എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വ്യക്തിത്വ വികസനത്തെക്കുറിച്ചാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ കഴിയാവുന്നത്ര സംക്ഷിപ്തമായി, കഴിയാവുന്നത്ര പോയിൻ്റ് ബൈ പോയിൻ്റ്, കഴിയാവുന്നത്ര നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. സാധിക്കാവുന്നത്ര ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൈ ഉയർത്തുക. ഗെറ്റ് എ ക്ലാരിഫിക്കേഷൻ. സംശയം നിവൃത്തി വരുത്തിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഞാൻ ഈ ആമുഖത്തോടു കൂടെ ആരംഭിക്കുന്നത്, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം നിർഭാഗ്യവശാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണാത്ത ഒന്നാണ്. എന്താണ് വ്യക്തിത്വം? വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ വികസനം എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു പാഠപുസ്തകത്തിൽ നിന്നും നമുക്ക് നേരിട്ട് ലഭിക്കാത്ത കാര്യങ്ങളാണ്. നാം അനുഭവം കൊണ്ടോ മറ്റു വായന കൊണ്ടോ ചിലപ്പോൾ സൗഹൃദം കൊണ്ടോ പഠനം കൊണ്ടോ നേടിയെടുക്കുന്നുവെങ്കിൽ തന്നെയും എന്താണ് ഈ വിഷയം എന്നുള്ളത് നമ്മൾ പലപ്പോഴും നേരിട്ടറിയാതെ പോകുന്നു. എന്ന് വെച്ചാൽ വ്യക്തിത്വം എന്താണ് നമുക്കറിയില്ല. നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് താനും. ലോകത്ത് ഇന്നേ വരെയും വ്യക്തിത്വമില്ലാത്തവരായി ഒരാളും ഉണ്ടായിട്ടില്ല. പക്ഷേ വ്യക്തിത്വം എന്നത് എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി, ഒബ്ജക്റ്റീവായി നമുക്ക് പലപ്പോഴും അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് മൈക്കാണ്. അതൊരു ഒബ്ജക്റ്റീവായ ഒരു തീരുമാനമാണ്. എൻ്റെ തലമുടി കറുത്തിട്ട് അല്ല. ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റീവ് അസസ്മെൻ്റ് ഓൺ മൈ ഹെയർ. പക്ഷേ എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള തീരുമാനം എന്താണ്? നാം ചിലപ്പോൾ പറയും, അയാളിനെ കാണാൻ നല്ല പേഴ്സണാലിറ്റി ഉണ്ട് കേട്ടോ എന്ന് പറയും. നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ, ഋത്തിക് റോഷൻ, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾ എന്ന് നമ്മൾ പറയും. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ബാഹ്യതലങ്ങൾ മാത്രമുള്ള ഘടകമല്ല. ബാഹ്യതലങ്ങളിലുള്ള ഘടകങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് നമുക്ക് തീരുമാനിക്കുവാനും സാധ്യമല്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാളിൻ്റെ വേഷമോ ഒരാളിൻ്റെ ആകാരമോ, ഒരാൾ എങ്ങനെയാണെന്നുള്ള ഹൈറ്റ് വെയിറ്റും ഒക്കെ ഉണ്ടല്ലോ, അതാണല്ലോ ആകാരം എന്ന് പറയുന്നത്. സ്റ്റാച്ചർ, ബോഡി സ്റ്റാച്ചർ, ഓർ കളർ ഓഫ് ദ സ്കിൻ, ഓർ ടൈപ്പ് ഓഫ് ദ ഹെയർ. ഇഫ് ഇറ്റ് ഈസ് നീഗ്രോ വിൽ ബി പെപ്പർ കേൾ, അല്ലേ? അതിൻ്റെ ടൈപ്പ് ഓഫ് ദ ഹെയർ. ദീസ് ആർ നോട്ട്, ഇതൊന്നും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ വ്യക്തിത്വത്തെക്കുറിച്ച് തീരുമാനമെത്തുമ്പോൾ ഈ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനമെത്താറുള്ളത്. ആ പോകുന്ന ആളിന് തീരെ പേഴ്സണാലിറ്റി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒരു മുണ്ടൊക്കെ എടുത്ത് ഒരു ഹവായി ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ആളായിരിക്കാം. സത്യത്തിൽ അയാൾക്ക് വ്യക്തിത്വം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അയാളിന് വ്യക്തിത്വമുണ്ട്. നാം അയാൾക്ക് വ്യക്തിത്വമില്ല എന്ന് പറയുന്നത് ചില നമ്മുടെ മുൻവിധികൾ കൊണ്ടാണ്, പ്രജുഡ്യൂസസ് കൊണ്ടാണ്, നമ്മുടെ ബയസസ് കാരണമാണ്, നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ കാരണമാണ്. ഡു യു നോ എം.എഫ്. ഹുസൈൻ? ആർക്കറിയാം എം.എഫ്. ഹുസൈനെ? യെസ്, ഈസ് എ പെയിൻറ്റർ, വെൽ നോൺ പെയിൻറ്റർ, അല്ലേ? അയാളിൻ്റെ വേഷം എന്താണ്? ഒരു ചെരുപ്പിടില്ല, താടി മുടിയൊക്കെ ഉണ്ട്, വെളുത്ത താടി, ക്ലീൻ ഷേവ് ഒന്നുമില്ല, മുടി ഗോദ്രേജ് ഉപയോഗിച്ച് കറുപ്പിച്ചിട്ടില്ല, ഒരു പൗജാമയും കുർത്തിയും, വെള്ള പൗജാമയും കുർത്തിയിടും. ആ കുർത്താക്ക് തന്നെ, പൗജാമയ്ക്ക് തന്നെ ചിലപ്പോൾ മുട്ടുകാൽ വരെ വലുപ്പം ഉണ്ടാവുകയുള്ളൂ. ഇയാൾക്ക് വ്യക്തിത്വമല്ലേ? ലോകം ആദരിക്കുന്ന ഏറ്റവും വിലപിടിച്ച 10 ചിത്രകാരന്മാരെ എടുത്താൽ അതിലൊന്നാണ് എം.എഫ്. ഹുസൈൻ. ഇന്ത്യയിൽ ഏറ്റവും വിലയേറിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എം.എഫ്. ഹുസൈനാണ്. എത്രയാണ് എം.എഫ്. ഹുസൈൻ്റെ ചിത്രത്തിൻ്റെ വില ഇന്ത്യൻ രൂപയിൽ? പറയും. Can you guess it?
ഇപ്പം മാർക്കറ്റിൽ എം എഫ് ഹുസൈൻ്റെ ചിത്രത്തിൻ്റെ വില 10 ലക്ഷം രൂപയ്ക്ക് മീതെയാണ്. 10 ലക്ഷം രൂപയ്ക്ക് മീതെയാണ്. ഇത്രയുള്ള ഒരു പെയിൻറ്റിംഗ് ആണെന്ന് വെച്ചാൽ 20 ലക്ഷം രൂപ യാതൊരു സംശയമില്ലാതെ എം എഫ് ഹുസൈനോ അല്ലെങ്കിൽ എം എഫ് ഹുസൈനെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിനോ വാങ്ങാൻ സാധിക്കും. ആരുടെ അടുത്തും കയറി ചെന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്കുള്ള മാന്യത എം എഫ് ഹുസൈൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ ആഴ്ച കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹോണററി ഡോക്ടറേറ്റ് കൊടുത്ത ആളുകളിൽ ഒന്നാണ് എം എഫ് ഹുസൈൻ. എം എഫ് ഹുസൈന് വ്യക്തിത്വമില്ലേ? വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം ബാഹ്യതലങ്ങളിലിരിക്കുന്ന ഘടകങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. 2 ഘടകങ്ങൾ നാം പലപ്പോഴും അവഗണിക്കുന്ന ഒന്നാണ്. ഒന്ന് ആന്തരിക ഘടകങ്ങൾ, 2 ആ വ്യക്തി ജീവിതം കൊണ്ടോ അനുഭവം കൊണ്ടോ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങൾ. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ ബാഹ്യതലങ്ങളിലുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നാം വിലയിരുത്തുകയാണെങ്കിൽ ആ വിലയിരുത്തൽ നമുക്ക് വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന് മതിയായ ഘടകമല്ല എന്നുള്ളത്. സോ വി ഹാവ് ടു ലുക്ക് ഇൻസൈഡ്. ലുക്ക് ഇൻ എന്ന് പറയണം നമുക്കുള്ളത്. അകത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്യാൻ യു ഡിഫൈൻ പേഴ്സണാലിറ്റി? ആർക്കെങ്കിലും പേഴ്സണാലിറ്റി എന്താണെന്ന് നിർവചിക്കാൻ സാധിക്കൂ? ഞാനൊരു ആമുഖം തന്നിരിക്കുന്നു, പറഞ്ഞോ, കുഴപ്പമില്ല. എന്താണ് പേഴ്സണാലിറ്റി? ഒരു വ്യക്തിയുടെ ബിഹേവിയർ, പിന്നെ ഓൺലി ബിഹേവിയർ, ക്യാരക്ടർ, പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞോ, ഇത് പരീക്ഷയല്ല. ഒരാളിൻ്റെ ലാംഗ്വേജ്, ഡ്രസ്സിങ്, ഗുഡ്. പിന്നെ ആറ്റിറ്റ്യൂഡ്, വെരി ഗുഡ്. ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഔട്ട്ലുക്ക്. ഒരാളിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരാളിൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ കാണുമ്പോൾ മനസ്സിലാകുക എൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തോടുള്ള എൻ്റെ താല്പര്യങ്ങളെ, മൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, എങ്ങനെയാണ് എന്നെ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വേർതിരിച്ചറിയുവാൻ സാധിക്കുക? ഇറ്റ് ഈസ് നോട്ട് ഈസി. പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ നമുക്ക് അകത്തേക്ക് കൂടെ നോക്കേണ്ടതുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നൽകിയിരിക്കുന്ന നിർവചനങ്ങളൊക്കെയും തന്നെ ബാഹ്യതലങ്ങളിലുള്ള ഓപ്പൺ സൈഡിനെ അഥവാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ളതായിരുന്നു. വ്യക്തിത്വത്തെ നിർവചിച്ചിരുന്നത് ബാഹ്യതലങ്ങളിലുള്ള ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരുന്നു. എന്നാൽ ഇത് പലപ്പോഴും നമുക്ക് വഴിതെറ്റിക്കുന്നതായിരുന്നു. ഒരു ഉദാഹരണത്തിന് ആദ്യകാലത്തുള്ള ചില സൈക്യാട്രിസ്റ്റുകൾ നൽകിയിരിക്കുന്ന വിവരമാണ്, ഇഫ് ഈസ് എ ഫാറ്റി മാൻ, തടിയനായ ഒരാളാണെങ്കിൽ അയാൾ ഏത് തരത്തിലുള്ള വ്യക്തിത്വത്തോടു കൂടിയിരിക്കും? വിൽ ബി, പറയുക, അയാൾക്ക് എന്തൊക്കെയായിരിക്കും ഏറ്റവും ഇഷ്ടം? ഫുഡ്, നോ ഡൗട്ട്. പിന്നെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ എന്താ വേണ്ടത് അയാൾക്ക്? യെസ്, സ്ലീപ്പ്. ഹീസ് ലേസി. റെസ്റ്റ് എടുക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പണ്ട് ക്രഷ്നർ, ഷെൽഡൺ തുടങ്ങിയിരിക്കുന്ന സൈക്യാട്രിസ്റ്റുകൾ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം തന്നെ അവർ പറഞ്ഞു, ഇഫ് ദ പേഴ്സൺ ഈസ്
ഹാവിങ് മസ്കുലർ ബോഡി, വളരെ മസ്കുലർ ആയിട്ടുള്ള ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക, ഹൈറ്റും ഇതും ഒക്കെ വെച്ചുകൊണ്ടിട്ടുള്ളത്. ദേ വിൽ ബി ആക്റ്റീവ്, ദേ സെറ്റ്. അവരത് മാത്രമല്ല പറഞ്ഞത്, ഈസ് കേപ്പബിൾ ടു ഡു എനിത്തിങ്. മൂന്നാമതൊരു വിഭാഗത്തെക്കുറിച്ച് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, റിട്ടാർഡേഷൻ സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. ശരി, വലിയ തല കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കൈ ഡിഫോർമേഷൻ സംഭവിച്ചിട്ടുള്ള ആളുകൾ, ത്തിലൊക്കെ എന്തെങ്കിലും അവയവത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകളൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ. ഇവർ പറഞ്ഞു ഇവർ പലപ്പോഴും ഇൻസെയിൻ ആയിരിക്കും, മാഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് വളരെ അസമർത്ഥരായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ. പിൽക്കാലത്ത് സൈക്കോളജി പറയുന്നു ഇത് തെറ്റാണ്. ബാഹ്യതലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം നമുക്ക് ആളുകളെ വിശദീകരിക്കുവാനോ വിശകലനം ചെയ്യുവാനോ സാധ്യമല്ല. ഞാനൊരു കൂട്ടുകാരന്, തടിയനായ എൻ്റെ ഒരു കൂട്ടുകാരന്, ഇവൻ ഒരു ജോലിയും ചെയ്യാതെ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമാണ്, അവൻ ചിലപ്പോൾ എന്നെക്കാളും കുറച്ചായിരിക്കും ഉറങ്ങുന്നത്, എന്നെക്കാളും കുറച്ചായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, എന്നെക്കാളും ആക്റ്റീവായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എത്തുന്നത് ഇവൻ്റെ ബാഹ്യതലത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ്. നമ്മൾ പലപ്പോഴും മറ്റു ആളുകളെ വിധി എഴുതുന്നത് അയാൾ ഭയങ്കര കുളൂസുകാരനാണ് കേട്ടോ, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ഡംബുകാരനാണ് കേട്ടോ, ഭയങ്കര അഹങ്കാരിയാണ് കേട്ടോ അയാൾ എന്ന് പറയുന്നത് നമ്മൾ ഏതോ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മാത്രം വെച്ച് നടത്തുന്ന ജഡ്ജ്മെൻ്റാണ്, തീരുമാനമാണ്. നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരു പുതിയ ടീച്ചർ നിങ്ങളുടെ സ്കൂളിൽ എത്തിയെന്ന് വിചാരിക്കുക. ആ ടീച്ചർ അമിതമായി വേഷത്തിൽ താല്പര്യം വെച്ച് പുലർത്തുന്നു എന്നും വിചാരിക്കുക. വെൽ ഡ്രസ്ഡ്, ഭയങ്കര, ഒരു ദിവസം എടുത്ത ഡ്രസ്സല്ല വേറൊരു ദിവസം വരുമ്പോഴെടുക്കുന്നത്, വളരെ കെയർഫുൾ, അതിന് അറ്റൻഷൻ ഒക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയൂ എന്താണെന്നറിയാമോ? ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം ഏതോ ഒരു ടീച്ചറാണെന്ന് സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ ബാഹ്യമായ വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയങ്കര പണക്കാരിയാണ് കേട്ടോ, വേണം പറയാം. അല്ലെങ്കിൽ ജീവിതം ഭയങ്കര സുഖിക്കുവാനുള്ള ഒരു താല്പര്യമുള്ള ആളാണെന്നാണ്. പിന്നെ ബുദ്ധി തീരെയല്ല, വേഷത്തിലാണ് താല്പര്യം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളോടൊരല്പം എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി നടക്കുന്ന ഒരാളാണെന്ന് ചോദിക്കുക. നിങ്ങൾ പറയുന്നു ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക, ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കുക. ഭയങ്കര അഹങ്കാരിയാണ് കേട്ടോ. നിങ്ങളൊരു എക്സ്റ്റേണൽ എക്സ്പ്രഷനെ ബേസ് ചെയ്തുകൊണ്ടെത്തുന്ന തീരുമാനമാണ്. അയാൾ അഹങ്കാരി ആയിക്കൊള്ളണമെന്നില്ല. അയാൾ നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ നമ്മളൊരു ആദ്യത്തെ ഇംപ്രഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ തീരുമാനം എത്തുന്നത്. ഒരാൾ നമ്മൾ ആദ്യം കാണുന്നു, ഫസ്റ്റ് ഇംപ്രഷൻ, അയാൾ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ആലോചിച്ച് തല പൊണ്ണാക്കി നടക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഹലോ, അയാൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു. ആ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന്, അന്നേരത്തെ സാഹചര്യത്തിൻ്റെ ഘടകങ്ങൾ അയാളിനെ അന്നേരം ഭരിക്കുന്നത് കൊണ്ട്, ആ വ്യക്തിത്വത്തെ അന്നേരം ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എങ്ങനെ വിധി എഴുതിയിരിക്കുന്നുവോ അതായിക്കൊള്ളണമെന്നില്ല അയാളിൻ്റെ ശരിയായ വ്യക്തിത്വം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ്, ഒരാളിൻ്റെയും വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ അവസാന വാക്ക് ഉടനെ നടത്തരുത്, പെട്ടെന്ന് തീരുമാനത്തിലെത്തരുത്. നിങ്ങൾ ഒരു വ്യക്തിയുടെ അകത്തേക്ക് നോക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുന്നത് വളരെ ഭാഗികമാണ്. ഒരു വ്യക്തി ബാഹ്യമായ തലങ്ങളിൽ മാത്രമല്ല പ്രതിനിധാനം ചെയ്യപ്പെടുന്നത്. നോട്ട് ഓൺലി റെപ്രസെൻറ്റിങ് എക്സ്റ്റേണലി ബട്ട് ഇന്റേണലി ദ പേഴ്സൺ ഈസ് ഹൈഡിങ് സെവറൽ തിങ്സ്. അതറിയണമെങ്കിൽ നമുക്ക് അയാളിനോട് അടുക്കണം, അയാളിനോട് ഷെയർ ചെയ്യണം, അയാളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അയാളിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അയാളുമായുള്ള ബന്ധത്തിൽ നിന്നായിരിക്കും നമുക്ക് അയാളിനെ പറ്റി കൂടുതൽ അറിയാം. ഇതറിയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു നിർവചനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പേഴ്സണാലിറ്റിയെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ഒന്നാണ് ഗോർഡൻ ഡബ്ല്യു ആൾപോർട്ട് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ നൽകിയിരിക്കുന്ന ഒരു നിർവചനമാണ്. സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ബാഹ്യതലത്തിലും ആന്തരിക തലത്തിലും ഉൾക്കൊള്ളുന്ന അനേകം ഘടകങ്ങളുടെ ചേരുവയാണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രൈറ്റ്സ് എന്നാണ് പറയുന്നത്.
TRAITS. അനേകം ട്രൈറ്റുകളുടെ, അനേകം ഘടകങ്ങളുടെ ചേരുവയാണ് ഒരാളിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇവയിൽ ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങളുണ്ട്. ഇതിൽ അയാളിൻ്റെ വേഷമുണ്ട്, അയാളിൻ്റെ ഭാഷയുണ്ട്, അയാളിൻ്റെ രുചിഭേദങ്ങളുണ്ട്, അയാളിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അയാളിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്, അയാളിൻ്റെ ഭൗതികമായി അയാളിന് കിട്ടിയിരിക്കുന്ന ശാരീരികമായ ഘടകങ്ങളുമുണ്ട്. ശാരീരികമായ ഫിസിയോളജിക്കലായിരിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് ഒരാളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം ആരംഭിക്കുന്നു. പക്ഷേ മാനസികമായ അനേകം തലങ്ങൾ ഒരാളിൻ്റെ വ്യക്തിത്വത്തിനുണ്ട്. ഇപ്പൊ നമ്മൾ വെറും ബാഹ്യതലങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ഒരാളിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തീരുമാനമെത്തുകയാണെങ്കിൽ നമുക്ക് ആന്തരിക തലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, അഥവാ അയാൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരുപാട് ട്രൈറ്റുകളുണ്ട്, ഹിഡൻ ട്രൈറ്റ്സ്. ഈ ഹിഡൻ ട്രൈറ്റ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളിൻ്റെ ശാരീരികവും മാനസികവും വ്യവഹാരപരവുമായ, ഒരാൾ നേരത്തെ പറഞ്ഞില്ലേ പെരുമാറ്റം എന്ന് പറഞ്ഞില്ലേ, ബിഹേവിയറൽ പെരുമാറ്റം, ബിഹേവിയർ, വ്യവഹാരപരമായ, മലയാളത്തിൽ അതിന് വ്യവഹാരം എന്നാണ് പറയുന്നത്, വ്യവഹാരപരമായ അനേകം ഘടകങ്ങളുടെ ചേരുവയാണ്. വ്യക്തിത്വത്തിൽ 3 ഘടകങ്ങളുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് ഫിസിക്കൽ, നമ്പർ 2 എമോഷണൽ, നമ്പർ 3 കോഗ്നിറ്റീവ്, വിചാരപരം, റിലേറ്റഡ് വിത്ത് തിങ്കിങ്. ദിസ് ഈസ് റിലേറ്റഡ് വിത്ത് എമോഷൻസ്, അഫെക്ഷനേറ്റ് പാർട്ട് എന്ന് പറയും ഇതിന്. ഈ 3 വിഭാഗങ്ങളുടെ ചേരുവയാണ്. എൻ്റെ മുടി വെളുത്തിട്ടാണ്, എൻ്റെ തൊലിയുടെ നിറം ഇതാണ്, എൻ്റെ ശരീരത്തിൻ്റെ വലുപ്പം അതാണ്. ദീസ് ആർ ഓൾ റിലേറ്റഡ് വിത്ത് മൈ ഫിസിക്കൽ അപ്പിയറൻസ്. But what about my emotional attitudes, emotional dispositions? Emotional dispositions. ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോവാ, 1 സെക്കൻഡ് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് ഈ വീട്ടിൽ കയറിയാൽ ഒരു ചായയും കിട്ടില്ല, മനുഷ്യൻ കഷ്ടപ്പെട്ട്. എൻ്റെ എമോഷണൽ ഡിസ്പോസിഷനാണത്. മോനെ ആ പത്രം കണ്ടെടുക്ക്, 2 സെക്കൻഡ് 3 സെക്കൻഡ്, മോൻ്റെ ഒരു അളവില്ല, മോൻ്റെ ഒരു അടയാളമില്ല, എടോ പത്രം എടുക്ക്. ഇതാ എൻ്റെ എമോഷണൽ ഡിസ്പോസിഷനാണത്. എമോഷണൽ ഡിസ്പോസിഷൻ വെറും ഔട്ട്ബേസ്റ്റ് ആകുക മാത്രമല്ല, പുറത്തേക്ക് ചാടൽ മാത്രമല്ല. ഒരാളിനെ നമ്മൾ പരിഹസിക്കുന്നു, എന്താ വേഷം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു മനുഷ്യൻ, മങ്കി സൂട്ടിട്ട് നടക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കാം. ഇയാൾ ചിരിച്ചുകൊണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ, എന്താ അത്, അപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അഭിപ്രായമാണല്ലേ. ഇയാളുടെ എമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്ന തരത്തിലേക്കല്ല അയാൾ പോകുന്നത്. അയാൾ വളരെ കൂടുതൽ സംയമനം പാലിച്ചുകൊണ്ട്, വികാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് പെരുമാറുന്ന ഒരാളാണ്. ഒരാളിൻ്റെ വൈകാരികമായ പ്രകാശനം, എക്സ്പ്രഷൻ ഓഫ് ദ എമോഷൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തലങ്ങളിൽ നമ്മൾ തീരുമാനമെത്തുക. ഇത് എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളൊന്നുമില്ല. ഇപ്പം ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ ഞാൻ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ചൂടാവില്ല എന്നല്ല. ചില മനുഷ്യന്മാർ എപ്പോഴും ചൂടാവുന്നവരാണ്, ചൂടൻ എന്ന് പറയുന്നത്. അങ്ങനെ ആകാം. അവരുടെ എമോഷണൽ ഡിസ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് തീരുമാനമാകും. ചിലർക്ക് പൂച്ചയോ പട്ടിയോ കണ്ട ഭയങ്കരമായ സ്നേഹമാണ്, അവരുടെ എമോഷണൽ ഡിസ്പോസിഷൻ അതാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, നമ്മൾ കൂടെ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാട്ടിലൊക്കെയുള്ള യാത്രക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ഇല നുള്ളിന്ന് വിചാരിക്കാം, കൈക്കൊരൊറ്റ അടിയാണ് എൻ്റെ നുള്ളല്ലടാ, നിൻ്റെ കൈ ആരെങ്കിലും നുള്ളിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേദന ഉണ്ടാവില്ലേ, നുള്ളല്ല. അവൻ്റെ പ്രകൃതിയോടുള്ള അവൻ്റെ എമോഷണൽ ഡിസ്പോസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എമോഷണൽ ഡിസ്പോസിഷൻ മനുഷ്യരോട് മാത്രമല്ല, പ്രകൃതിയോടും ഉള്ള അല്ലെങ്കിൽ സംഭവങ്ങളോടുള്ള ഡിസ്പോസിഷനാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റ് പത്രത്തിൽ വായിച്ചോ 3 ദിവസത്തേക്ക് പിന്നെ മൂപ്പരുടെ മൂഡ് മഹാമോശമാണ്. അയ്യോ കണ്ടില്ല, ഏതൊരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഒരാളിൻ്റെ തല തൂക്കിക്കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടതിന് 3 ദിവസത്തേക്ക് പിന്നെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ലീവ് എടുത്ത് 1 ദിവസം, സഹിക്കുന്നില്ല. ചിലരുടെ എമോഷണൽ ഡിസ്പോസിഷൻ അങ്ങനെയാണ്. മറിച്ച് 10 തല പ്ലേറ്റ് കൊണ്ടുപോയി വെച്ച് കൊടുത്താലും ചിലർക്ക് ഒരു പ്രശ്നമില്ല. അവരുടെ എമോഷണൽ ഡിസ്പോസിഷൻ അങ്ങനെയാണ്.
എമോഷണൽ ഡിസ്പോസിഷൻ ഒരുപാട് റേഞ്ച് ഉണ്ട്. എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരു ലെവൽ എ ആണെങ്കിൽ ഒരു പോൾ, ഒരു ധ്രുവം എ ആണെങ്കിൽ മറ്റൊരു ധ്രുവം ബി ആണ്. ഇതിൻ്റെ എവിടെയും നിൽക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു, പക്ഷെ ചിലപ്പോൾ ഇവിടെ നിന്നുകൊള്ളണമെന്നില്ല, ചിലപ്പോൾ വേറൊരു തലത്തിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ആവറേജ് ഒരാളിൻ്റെ എമോഷണൽ ഡിസ്പോസിഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അയാൾ ചെറിയ കാര്യങ്ങൾക്ക് മഹാശുണ്ഠി വെച്ച് പുലർത്തുന്ന ആളാണ്. മൂന്നാമത് നിൽക്കുന്നത് വിചാരപരമായ, കൊഗ്നിറ്റീവ്, വിചാരപരമായ, ഇത് വികാരമാണ്, വിചാരപരമായ ഘടകങ്ങളാണ്. ഒരാളിനോട് പറയുന്നു ഞാൻ, പിന്നെ നിങ്ങളെ കൂട്ടുകാരനുണ്ടല്ലോ മഹാകള്ളനാണ് കേട്ടോ. തന്നെ കള്ളനാണോ? എനിക്കും തോന്നിയിട്ടുണ്ട്. മറിച്ച് ഞാൻ വേറൊരാളിനോട് പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരൻ മഹാകള്ളനാണ് കേട്ടോ. നിങ്ങൾ കള്ളനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അയാളുടെ ചോദ്യം. നിങ്ങൾ കള്ളനാണെന്നുള്ളതിന് തെളിവ് എന്താണ്? അപ്പം ഞാൻ തെളിവ് പറയുന്നു. ഈ തെളിവ് വിശ്വസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തെളിവല്ല. ഇയാളിനെ പ്രധാനമായും ഈ തരത്തിലുള്ള ആളിനെ വിചാരപരമായ ധാരയാണ് സ്വാധീനിക്കുന്നത്. കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാം അപ്പാടെ സ്വീകരിക്കുന്ന ആളായി കൊള്ളണമെന്നില്ല കൊഗ്നിറ്റീവ് ലെവലിലുള്ളവർ. കൊഗ്നിറ്റീവ് ലെവലിലുള്ള ആളുടെ ഇൻ്റലിജൻസ് കൂടാൻ സാധ്യത ഉള്ളതാണ്. ഇൻ്റലിജൻസ് കൂടുവാൻ സാധ്യതയുള്ള വിഭാഗത്തിൽ വേണം വെച്ചാൽ ബുദ്ധിപരമായ ക്രയവിക്രയങ്ങൾ കൂടുതൽ നടത്തുന്ന ആളുകളായിരിക്കും കൊഗ്നിറ്റീവ് ലെവലിൽ പ്രാധാന്യമുള്ള ആളുകൾ. അപ്പൊ നോക്കുക, ഈ മൂന്ന് ഘടകങ്ങളും ഫിസിയോളജിക്കൽ ഓർ ഫിസിക്കൽ, എമോഷണൽ, കൊഗ്നിറ്റീവ് ഘടകങ്ങൾ, ആസ്പെക്റ്റുകൾ ചേർന്നിട്ടാണ് ഒരാളിന്റെ വ്യക്തിത്വം ഉണ്ടാകുന്നത്. ഇവിടെ ഇതിനെ മാത്രം അപ്പം നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയൂല. ഒരാളിനെ കാണുമ്പോൾ അയാളിന്റെ എമോഷണലായ, അയാളിന്റെ വിചാരപരമായ, വികാരപരമായ ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അയാളുമായിട്ട് അടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അയാൾ കണ്ടപ്പോഴും അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ, മഹാബുദ്ധിമാനാണ്. അപ്പോഴെന്താ, എങ്ങനെയാ തോന്നിയത്? നിങ്ങൾ കൺഫ്രണ്ട് ചെയ്തതുകൊണ്ട്, നിങ്ങൾ അയാളിനെ അഭിമുഖീകരിച്ചത് കൊണ്ട്, നിങ്ങൾ അയാളുമായിട്ട് സംസാരിച്ചത് കൊണ്ട്, നിങ്ങൾ അയാളുമായി കൂടുതൽ നേരം ഇടപഴകിയത് കൊണ്ട്, അപ്പോഴേ നിങ്ങൾക്ക് ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എത്തുള്ളൂ. മഹാകെല്ലനായൊരു മനുഷ്യൻ, എന്ത് വന്നാലും ഭൂമി കുലുങ്ങിയാലും ഒരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. അയാളിൻ്റെ മകന് അസുഖം വന്നപ്പോൾ പൊട്ടി 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 കരയുന്നു. ആ സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇയാളിൻ്റെ എമോഷണൽ ഡിസ്പോസിഷൻ എങ്ങനെയാണ് എന്നുള്ളത്. സാന്ദർഭികമാണ് ഇതിൻ്റെ പ്രകടനം. നമ്മൾ പലപ്പോഴും വളരെ ശക്തിമാനാണെന്ന് കരുതുന്ന ആളുകൾ ചില സമയങ്ങളിൽ ദുർബലരാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുന്നതിന് അനിവാര്യമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് പറയാനാണ്. അപ്പോൾ ഇതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജന്മം കൊണ്ടും പരിചയം കൊണ്ടും പരിശീലനം കൊണ്ടും നേടിയെടുക്കുന്ന പല ഘടകങ്ങളുണ്ട്. ജന്മം കൊണ്ട്, സിദ്ധി കൊണ്ടും സാധന കൊണ്ടും, ജന്മ കൊണ്ടും പരിശീലനം കൊണ്ടും. ബർത്ത്, ഇന്നേറ്റ് ക്വാളിറ്റീസ്, ഇന്നേറ്റ് എന്ന് പറയും, ജന്മനാ കിട്ടുന്ന ഘടകങ്ങൾ എന്നുള്ളത്. ജന്മനാ കിട്ടുന്ന ഘടകങ്ങളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശീലനം, ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ഒരു വ്യക്തിക്ക് എത്ര ലഭിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വികാസം ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന്, എനിക്ക് ജന്മം കൊണ്ട് ലഭിച്ചിരിക്കുന്നു എൻ്റെ സ്കിൻ കളർ ഓഫ് ദ സ്കിൻ. എനിക്ക് ട്രെയിനിങ് കൊണ്ട് കിട്ടിയിരിക്കുന്നു എൻ്റെ സ്പീച്ച് എബിലിറ്റി, അല്ലെങ്കിൽ എൻ്റെ തിങ്കിങ് പ്രോസസ്, എനിക്ക് എങ്ങനെ കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ജന്മം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഘടകങ്ങൾ എടുത്ത് നോക്കുക. ഏതൊക്കെയാണ് ജന്മം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഘടകങ്ങൾ? പറഞ്ഞാട്ടെ. വ്യക്തിത്വത്തിലെ കളർ ഓഫ് ദ സ്കിൻ, ഫിസിക്കൽ കോംപ്ലക്ഷൻ, ഗുഡ് കോംപ്ലക്ഷൻ, ബോഡി സ്റ്റാച്ചർ. ചിലരിങ്ങനെ നടക്കുന്നവരാണ്, ചിലരിങ്ങനെ നടക്കുന്നവരാണ്. ബേസിക്കലി ജനറ്റിക്കൽ. പിന്നെ ഏത് എക്സ്പ്രഷൻസ്? മേ നോട്ട് ബി ജനറ്റിക്കൽ. ജന്മം കൊണ്ട് ലഭിച്ചത് ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു പാപ്പാക്ക് 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നതായിരിക്കുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കണ്ടാൽ ഒരാൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്നു, ഒരാളോ വലിയ ബലം പിടിച്ചു നിൽക്കുന്നു. ജനറ്റിക്കൽ ആകണമെന്നില്ല. അത് ട്രെയിനിങ്ങോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
ജനറ്റിക്കലായിരിക്കുന്ന ഘടകങ്ങളിൽ ശാരീരികമായ ഘടകങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത്. ഫിസിയോളജിക്കൽ എനിക്ക് ശാരീരികമായിട്ട് കിട്ടിയിരിക്കുന്ന എൻ്റെ ഇന്നേറ്റ് ക്വാളിറ്റീസ് പറഞ്ഞാട്ടെ. എൻ്റെ കളറ്, എൻ്റെ തലമുടി, പിന്നെ എൻ്റെ ബോഡി സ്ട്രക്ചർ, എൻ്റെ ഹൈറ്റ്, എൻ്റെ ഹൈ പവർ. ആർ യു ഷുവർ? എനിക്ക് ജന്മം കൊണ്ട് കിട്ടിയാണെന്ന് ഉറപ്പാണോ? മേ ബി, ഗുഡ്. ഇതെനിക്ക് ജന്മം കൊണ്ട് കിട്ടിയതാ. ജനിച്ചത് തൊട്ട് എൻ്റെ കണ്ണ് ഇങ്ങനെയാ. 1ാം ക്ലാസ് തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴാണ് കണ്ണട വെക്കാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ. സോ ദിസ് ഈസ് ഹെറിഡിറ്ററി. അതിനാണ് നമ്മൾ ഹെറിഡിറ്ററി എന്ന് പറയുന്നത്, പരമ്പരാഗതമായിട്ട് കിട്ടുന്നത്. ഇത് മാത്രമാണ് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ. ചിലപ്പോൾ നമ്മളുടെ ഡിസീസസ്, ഏതെങ്കിലും ജന്മനാ കിട്ടുന്ന രോഗങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസേബിൾഡ് ആയിരിക്കുന്ന ഒരാൾ, കൈക്കോ കാലിനോ വയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾ, ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ. അതേ സമയത്ത് തന്നെ നമുക്ക് ജന്മം കൊണ്ട് കിട്ടുന്ന ഘടകങ്ങൾ. ഒരാൾ MA കാരനാകുന്നു, MSc കാരനാകുന്നു, PSc കാരനാകുന്നു. ജനിച്ച ഉടനെ തന്നെ വാപ്പ പറയുന്നു ഇവൻ എന്തായാലും ഒരു MSc കാരനാകും എന്ന് പറയുന്നുണ്ടോ? MSc കാരനാകുന്ന വാപ്പാക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. പക്ഷെ അതാകണമെങ്കിൽ അതിന് ട്രെയിനിങ് വേണം. ഒരാൾ നല്ല സ്പീക്കർ ആകുന്നത് എങ്ങനെയാണ്? നല്ല ഒറേറ്റർ ആകുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ട്രെയിനിങ്. പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ജന്മം കൊണ്ടാണ് നമ്മുടെ മെമ്മറി പോലും ഉണ്ടാകുന്നത് എന്നാണ്. നോ, ഇത് നിങ്ങൾക്ക് പരിശീലനം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നാണ് മെമ്മറി എന്ന് പറയുന്നത്. ആവശ്യമായ പരിശീലനം ആവശ്യമായ സന്ദർഭങ്ങളിൽ ലഭിക്കാതെ പോകുന്നത് കൊണ്ട് മെമ്മറൈസേഷൻ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. അപ്പോ ഈ തരത്തിലുള്ള നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഒരാളിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ നോക്കിക്കോ, അയാളിനോട് ചോദിക്കും നമ്മൾ, അഫ്ഗാൻ യുദ്ധത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അയാൾ പറയുന്നു അഫ്ഗാൻ യുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്, ഇങ്ങനെയാണ് കർസായി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുള്ളത്. അയാൾക്ക് ജന്മം കൊണ്ട് കിട്ടിയതാണ് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള ഈ അറിവ്. ഹീ ഈസ് ഇന്റലിജന്റ്. നമ്മൾ പറയുന്നു അയാൾ ഭയങ്കര ഇന്റലിജന്റ് ആണ് കേട്ടോ. ആ മാഷോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വ്യക്തമായിട്ടാണെന്ന് അറിയാം. എല്ലാ വിഷയങ്ങളും അയാൾക്ക് അറിയാം. ഈ എല്ലാ വിഷയങ്ങളിലുമുള്ള അനുഭവം, അറിവ് അയാൾ ജന്മം കൊണ്ട് കിട്ടുന്നതാണോ? ട്രെയിനിങ്. ഒരാളിന് എക്സാമിനേഷൻ നന്നായിട്ട് വായിക്കുന്നു, നല്ല പോലെ വായിക്കുന്നു, ഗ്രാസ്പ് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നു, എക്സാമിനേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, പരീക്ഷയ്ക്ക് വന്നത് എന്തോ എനിക്ക് എഴുതാൻ പറ്റിയില്ല, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ട്രെയിനിങ്. ഒരാൾ പരീക്ഷ കുറച്ചേ പഠിക്കുന്നുള്ളൂ, പഠിക്കുന്നത് സെലക്ട് ചെയ്ത് പഠിക്കുന്നു, പഠിക്കുന്നത് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് അനുസൃതമായിട്ട് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. അയാൾക്ക് പരീക്ഷയ്ക്ക് നല്ല ബുദ്ധിമാൻ എന്ന് നമ്മൾ ബുദ്ധിമതി എന്ന് വിചാരിച്ചിരുന്ന ആളിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുന്നു. ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ട്രെയിനിങ്. ഒരാൾ നല്ലപോലെ കോൺവെർസേഷണലിസ്റ്റ്, നല്ല കോൺവെർസേഷണലിസ്റ്റ് ആയിട്ട് നമ്മളെടുത്ത് നിൽക്കുന്നു. കോൺവെർസേഷണലിസ്റ്റ്. ചില ആളുകളുണ്ട് മണിക്കൂറുകളോളം നമ്മളോട് സംസാരിച്ചാലും നമുക്ക് മുഷിപ്പുണ്ടാക്കൂല. നമ്മളിവിടുത്തെ ഷുക്കൂർബായിയെ പോലെ എത്ര നേരം നമ്മൾ സംസാരിച്ചാലും ഷുക്കൂർബായി നമ്മളെ മുഷിപ്പിക്കുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾ വായ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മഹാമുഷ്ടിലായിരിക്കും. എന്താ? ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് എ ഗുഡ് കോൺവെർസേഷണലിസ്റ്റ്. സംഭാഷണ പ്രിയനല്ല, സംഭാഷണ ചാതുര്യമില്ല. സംഭാഷണ ചാതുര്യം എവിടെ നിന്നുണ്ടാകുന്നു? എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ഉമ്മ ഒരു സ്പൂണിൽ എന്നാ പിടിച്ചോ സംഭാഷണ ചാതുര്യം എന്ന് പറഞ്ഞിട്ടാണോ സംഭാഷണ ചാതുര്യം ഉണ്ടാകുന്നത്? സംഭാഷണ ചാതുര്യത്തിന് മരുന്ന് കഴിക്കാൻ പറ്റുമോ? കോൺവെർസേഷണലിസ്റ്റ് ആകാൻ അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആകാൻ മരുന്ന് കഴിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പിന്നെ എവിടുന്ന് കിട്ടും? എഗെയിൻ ട്രെയിനിങ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഒട്ടുമുക്കാലും ഘടകങ്ങൾ അയാൾ നേടിയെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അച്ചീവ്ഡ് ട്രൈറ്റ്സ്. അച്ചീവ്ഡ് ട്രൈറ്റ്സ്. നല്ല പ്രസംഗമാണ് കേട്ടോ, സാറിന്റെ ക്ലാസ് മഹാമോശമാണ് കേട്ടോ, അത് അയാൾ അച്ചീവ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് അയാൾക്കുള്ളത്.
പ്രസംഗം കേട്ടാൽ മതിയാവില്ല. സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിലും എത്ര മണിക്കൂറും കേട്ടിരുന്നു പോകും കേട്ടോ. എത്ര തവണയായി ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേൾക്കുന്നത്, ഇപ്പോഴും എനിക്ക് മതിയാവുന്നില്ല. സുകുമാർ അഴീക്കോടിന് എവിടെ നിന്ന് കിട്ടിയത്? ഈസ് അച്ചീവ്ഡ്, നേടിയെടുത്ത ട്രൈറ്റാണത്, നേടിയെടുത്ത ട്രൈറ്റാണത്. എന്നാൽ പലപ്പോഴും നമ്മൾ നേടിയെടുക്കാത്ത ട്രൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വ്യക്തികളെ വിലയിരുത്തുക. അതാണ് അസ്ക്രൈബ്ഡ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ജന്മം കൊണ്ട് നേടിയെടുക്കുന്ന, ജന്മം കൊണ്ട് കിട്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ, ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നാം നമ്മുടെ കൂട്ടുകാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നാം നമ്മുടെ അധ്യാപകരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നാം ജന്മം കൊണ്ട് അവർ നേടിയെടുത്തിരിക്കുന്ന ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ പാളിപ്പോകാനുള്ള ഇടയുണ്ട്. നാം ആ വ്യക്തി നേടിയെടുത്തിരിക്കുന്ന, ആ വ്യക്തി ആന്തരികമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഘടകങ്ങളെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ ഞാൻ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ക്ലാസ്സിൽ പറയുകയായിരുന്നു. വ്യക്തിത്വത്തിന് 4 കള്ളികളുണ്ട്. The first part is open side of personality. Open side of personality. ബാഹ്യതലത്തിലുള്ളത്, കാണാവുന്നത്. This part is, it is known to the person. It is known to the person. എനിക്കറിയാം എൻ്റെ മുടി നരച്ചിരിക്കുന്നു, എനിക്കറിയാം കണ്ണട ഉണ്ട്, എനിക്കറിയാം എൻ്റെ തൊലിയുടെ നിറം എന്നതാണെന്നുള്ളത്, എനിക്കറിയാം ചില അക്ഷരങ്ങൾ പറയുമ്പോൾ എനിക്ക് പാളിപ്പോകുന്നുണ്ട് എന്നുള്ളത്. ദീസ് ആർ ദ നോൺ ട്രൈറ്റ്സ് ടു മീ ആൻഡ് ഇറ്റ് ഈസ് നോൺ ടു അതേഴ്സ്. മറ്റുള്ളവർക്കും ഇതറിയാം. ഇറ്റ് ഈസ് നോൺ ടു അതേഴ്സ്. എനിക്കറിയാവുന്ന, എന്നെക്കുറിച്ച് എനിക്കറിയാവുന്ന, എന്നെക്കുറിച്ച് മറ്റുള്ളവർക്കും അറിയാവുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങളാണ് ബാഹ്യതലത്തിലുള്ള ഘടകം അഥവാ ഓപ്പൺ സൈഡ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ എന്നെക്കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന ഘടകങ്ങളുണ്ട്. ഇറ്റ് ഈസ് നോൺ ടു മീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് നോൺ ടു അതേഴ്സ്. ദ ട്രൈറ്റ്സ് ദാറ്റ് ഹൈഡ്, അല്ലേ, നമ്മൾ ഒളിപ്പിച്ചു വെക്കും. ഇനി നോക്കുക, ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നതാണ്. ബാഹ്യതലത്തിലുള്ളത് ഇതാ, ഈ 4-5 ഘടകങ്ങൾ കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഈ 4-5 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം വിധി എഴുതുമ്പോൾ നമ്മൾ അയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകും. ഇതാ 3-ാമത്തെ ഘടകം ബ്ലൈൻഡ് ആയിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഘടകമാണ്. ഇറ്റ് ഈസ് നോൺ ടു അതേഴ്സ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ദ പേഴ്സൺ. അയാൾക്കറിയാത്ത എന്നാൽ മറ്റുള്ളവർക്കറിയുന്ന അയാളിനെ കുറിച്ചുള്ള ഘടകങ്ങളാണ് ബ്ലൈൻഡ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, അന്ധമായിരിക്കുന്നത്. എനിക്കെന്തെങ്കിലും പാളിച്ച പറ്റുന്നു എന്ന് വിചാരിക്കുക. ചില ആളിനെ കാണുമ്പോൾ മാത്രം എൻ്റെ മുഖം മാറുന്നു, ഞാനത് മനസ്സിലാക്കില്ല എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ബ്ലൈൻഡ് ആസ്പെക്റ്റ് ഓഫ് മൈ പേഴ്സണാലിറ്റി. എനിക്കെപ്പോഴും ഞാൻ അറിയാതെ എനിക്കൊരു വിഡിത്തം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ബ്ലൈൻഡ് പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. ഇത് പലപ്പോഴും വ്യക്തി അറിയില്ല, മറ്റുള്ളവരൊക്കെ അറിയുന്നുണ്ട് താനും. മറ്റുള്ളവർക്കൊക്കെ ഇത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് താനും, പക്ഷെ വ്യക്തി അറിയില്ല. 4-ാമത്തെ ഘടകം അൺനോൺ ആസ്പെക്ട് ഓഫ് ദ പേഴ്സണാലിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് നോൺ ടു പേഴ്സൺ ആൻഡ് അതേഴ്സ്. മറ്റുള്ളവർക്കും അറിയില്ല, അയാൾക്കും അറിയാത്ത വ്യക്തിത്വത്തിന്റെ ഘടകമാണ്. അങ്ങനെയുണ്ട് ഒരു ഘടകം, ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ നമുക്കറിയില്ല, ചിലപ്പം ചില നിമിഷങ്ങളിലായിരിക്കും ഇത് പുറത്തേക്ക് വരിക, ചില സന്ദർഭങ്ങളിലായിരിക്കും ഇത് പുറത്തേക്ക് വരിക. ഐ റിമെമ്പർ ഓൺ ഗേൾ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ വന്ന ഉടനെ തന്നെ, BA ക്ക് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ വന്ന ഉടനെ തന്നെ ചില ഡിസ്കഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടി വളരെ ഷാർപ്പായിട്ടുള്ള ചില കമൻറ്റുകൾ പറയും. 1-2 ഇഷ്യൂവിലുള്ള ഡിബേറ്റ് വന്നപ്പം ഭയങ്കര മുനയുള്ള വളരെ പവർഫുൾ ആയിരിക്കുന്ന എക്സ്പ്രഷൻ ആയിരുന്നു.
ഞാൻ പിടിച്ചു ആ കുട്ടിയെ ഒരു ദിവസം ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് നിന്ന് ചോദിച്ചു, യുവർ പ്രസൻറ്റേഷൻ വാസ് വെരി ഗുഡ്. നല്ല മൂർച്ചയോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം. സർ, എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ. ഷീ വാസ് നോട്ട് അവെയർ ദാറ്റ് ഷീ വാസ് ഷാർപ്പ്. അത് മാത്രമല്ല, ആ കുട്ടിയുടെ സുഹൃത്തുക്കൾക്കൊന്നും അതറിയില്ലായിരുന്നു. ആ മൊമെന്റിൽ അത് പുറത്തേക്ക് ചാടി. ആ മൊമെന്റിൽ അത് ഓപ്പണായി. ആ കുട്ടിയോട് സംസാരിച്ചപ്പോഴത് ആ കുട്ടിയും ബ്ലൈൻഡ് ആയിരുന്നു. ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത്തരം ഡിബേറ്റിൽ ഈ തരത്തിലുള്ള ഷാർപ്പൺ ചെയ്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഷാർപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ആരെയും നമുക്ക് വീഴ്ത്താവുന്നതാണ്. ശരിയാണോ? ശരിയാണ്. ഇയാളുടെ പ്രസന്റേഷൻ അത്രമാത്രം നന്നായിരുന്നു. ആ സമയത്താണ് ആ കുട്ടി ബ്ലൈൻഡ് ആയിരുന്ന കാര്യം ആ കുട്ടിക്ക് ഓപ്പൺ ആകുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, നല്ല അടുത്ത സൗഹൃദത്തിലാണെങ്കിൽ നമ്മൾ പറയും, നിനക്ക് ഇങ്ങനത്തെ ഒരു തകരാറുണ്ട് കേട്ടോ. എന്താ തകരാറ് നീ പറ. നിനക്ക് ഇങ്ങനെ ആളുകളോട് ചിലപ്പോൾ പെരുമാറുമ്പോൾ നീ അവരെ മുഖത്തൊന്നും നോക്കാതെ ഇങ്ങനെ മാറി നിൽക്കാനൊക്കെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നു, നീ മാറി നിൽക്കുന്നു. അയ്യോ, ഞാൻ അങ്ങനെ അല്ലല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയാണെന്നാണ് മറ്റുള്ളവർ കാണുന്നത്. ബ്ലൈൻഡാണ് ഞാൻ. ആ ബ്ലൈൻഡ് ആകുന്നത് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. നിനക്ക് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട്, നീ എന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്ക്. ഞാൻ എന്നെ തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കത് ഓപ്പൺ ആകും. സ്വാഭാവികമായും നോക്കുക, ഈ പ്രപ്പോർഷൻ, ഈ കള്ളിയുടെ പ്രപ്പോർഷൻ മാറും. ഞാൻ കൂടുതൽ എന്നെ മനസ്സിലാക്കുന്നവനായി തീരും. ഞാൻ കുറഞ്ഞത് ഒളിപ്പിച്ചു വെക്കുന്നവനായി തീരും. എൻ്റെ ബ്ലൈൻഡ് ആസ്പെക്റ്റുകളും കുറയുന്നു, എൻ്റെ അൺനോൺ ആസ്പെക്റ്റും കുറയുന്നു. ഓപ്പൺ ആകുന്ന സൈഡ് ഇങ്ങനെ കൂടി വരുന്നു. ഞാൻ എത്ര ഓപ്പൺ ആകുന്നുവോ, ഞാൻ എത്ര മറ്റുള്ളവർക്ക് ട്രാൻസ്പെറൻ്റ് ആകുന്നുവോ, ഞാൻ എത്രത്തോളം എനിക്ക് ട്രാൻസ്പെറൻ്റ് ആകുന്നുവോ, അത്രത്തോളം എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേലെ എനിക്ക് നിയന്ത്രണവും എൻ്റെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് കൂടുതൽ ആകർഷകവുമായിരിക്കും. For which the most important thing is you need training. ഇത് പാഠപുസ്തകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതല്ല. 2 പുസ്തകം മാത്രം വായിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്നതുമല്ല. നമുക്ക് പരിശീലനം വേണം ഇതിൻ്റെ അകത്തുള്ളത്. ഏത് ഘടകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പരിശീലനം വേണ്ടത്? യാതൊരു സംശയമല്ല. ഒന്ന്, തിങ്കിങ് പ്രോസസ്. വ്യക്തിത്വത്തിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ മാന്യവും ഏറ്റവും കൂടുതൽ ശക്തവുമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് വിചാരതലം, ആലോചന. തിങ്കിങ്. എങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് നമ്മൾ ആലോചനയെ വളർത്താൻ സാധിക്കുക? ഒരൊറ്റ കാര്യം ചെയ്യണം, നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ ആലോചിക്കണം? നമ്മളൊരു പുസ്തകം വായിക്കുന്നു, ഇത് എനിക്ക് മനസ്സിലാക്കാവുന്നതല്ല. സോ യു ആർ ബ്ലോക്കിംഗ് യുവർ സെൽഫ്. ഞാനൊരു ചിത്രം കാണുന്നു, ഇതെന്തിത്തത്, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എഗെയിൻ ഐ ആം ബ്ലോക്കിംഗ് മൈ സെൽഫ്. ഞാനൊരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയോട് കുറച്ചു നേരം സംസാരിക്കുന്നു, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, ഞാൻ ആലോചന നടത്തുന്നില്ല. ഞാനൊരു വ്യക്തിയെ അറിയാൻ ശ്രമിക്കുന്നു, വേറൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഇങ്ങനെയാണ് കേട്ടോ, ഞാനത് വേഗം സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ തിങ്കിങ്ങിനെ വളർത്തുന്നില്ല. എൻ്റെ ബുദ്ധി, എൻ്റെ വിവേകം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മറ്റു കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നു എന്നുള്ളിടത്താണ് എൻ്റെ ബുദ്ധി വളർന്നു വലുതാകുന്നത്, എൻ്റെ വിചാരതലങ്ങൾ വളർന്നു വലുതാകുന്നത്. വിചാരതലങ്ങളിലുള്ള വളർച്ചയാണ് ഒരാളിൻ്റെ ഇൻ്റലിജൻസ് കൂട്ടുന്നത്. ഇൻ്റലിജൻസ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് കേട്ടോ, നല്ല ബുദ്ധിയുള്ള ആളാണ് കേട്ടോ. എവിടുന്നാണ് ഇൻ്റലിജൻസ് കിട്ടുന്നത്? നിങ്ങൾ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യണം. തിങ്കിങ് പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു ഘടകമാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കുന്നു. ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കിയിട്ട് ഒരു സ്വർണ്ണഗോളം പോലെയുണ്ട്. അത് സ്വർണ്ണഗോളം പോലെ ഒരു ഇമാജിനേഷനാണ് അതിൻ്റെ അടുത്തുള്ളത്.
ആ പരുന്ത് പറക്കുന്നത് കണ്ടില്ലേ? ജെറ്റ് പോലെ പറക്കുന്നുണ്ട്. ഇമാജിനേഷനാണ്. നാം നമ്മുടെ ഭാവനക്കനുസൃതമായി കാര്യങ്ങളെ കാണുമ്പോൾ വിചാരതലങ്ങളെ വളർത്തിയെടുക്കുന്നതിന് അത് അനുകൂലമായ പരിശീലനമായി തീരുന്നു. ഇതെന്താണിത്? ഇത് സൂര്യൻ. തീർന്ന്. ഒരു ഇമാജിനേഷനും ഇല്ലാത്ത ആളായി തീരുന്നു. പൂവ് കണ്ടില്ലേ? അയ്യോ, ആ പൂവിന്റെ നിറം. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് തന്ന പൂവ് നീ എന്താക്കി? ഒരു സ്ത്രീയോടാണ് ചോദിച്ചത്. ഞാനത് വലിച്ചെറിഞ്ഞു. ബഷീർ പറയുന്നു, അയ്യോ, അതെന്റെ ഹൃദയമായിരുന്നു. ഒരു സൂഫി ലെവലിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് അത്. അതെന്റെ ഹൃദയമായിരുന്നു. ഇമാജിനേഷനാണ്. കഥ എഴുതുന്ന ആളുകൾക്ക്, ചിത്രം വരയ്ക്കുന്ന ആളുകൾക്ക്, സംഗീതം അഭ്യസിക്കുന്ന ആളുകൾക്ക് ഇമാജിനേഷൻ കൂടുതലാണെന്ന് പറയുന്നത് കാര്യങ്ങളെ വസ്തുവിനപ്പുറത്തേക്ക് അവർ ആലോചിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് പേനയാണ്, അതേ സമയത്ത് തന്നെ പറയുന്നു ഇത് റോക്കറ്റുമാണ്. ഇത് റോക്കറ്റിന്റെ ഒരു മിനിയേച്ചറാണ്. നമുക്ക് പലപ്പോഴും പരിശീലനം ലഭിക്കാത്തത് കൊണ്ടാണ് അതുള്ളത്. ഞങ്ങൾ സാധാരണ ഈ പരിശീലന കളരിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. ഒരു വസ്തു കൊടുക്കുന്നു, ഈ വസ്തു കൊടുക്കുന്നു, എന്നിട്ട് പറയും ഇതെന്താണത്? വാട്ട് ഈസ് ദിസ്? ഡസ്റ്റർ. ശരി, ഇത് ഡസ്റ്റർ അല്ലാതെ വേറെ എന്തൊക്കെ വസ്തുവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും? ഉപയോഗം കാണിച്ചതാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് ഡസ്റ്ററാണ്. റെഡി അല്ലേ? പക്ഷെ ഇത് ഡസ്റ്റർ ആണെന്നുള്ളത് ഏത് പോലീസുകാരനും മനസ്സിലാവും. അതിന് വലിയ വിവരം വേണ്ട. പക്ഷെ ഇത് ഡസ്റ്റർ അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള വസ്തുവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആർക്ക് പറ്റും? കാണിച്ചതാ. ഓക്കെ, യു എക്സ്പ്രസ് ഇറ്റ്. നമ്മളൊന്നും ചോദിക്കുന്നില്ല. ഇയാൾ എഴുന്നേറ്റുന്ന ബാക്കിയുള്ളവരോട് കാണട്ടെ. ഈ വസ്തുവിനെ കൊണ്ട് വേറൊരു വസ്തുവായിട്ട് കാണിക്കും. പറയണ്ട, പറയാതെ കാണിച്ചതാ. ട്രൈ ഇറ്റ് അഗൈൻ. പരീക്ഷ അല്ല, ടെസ്റ്റ് അല്ല അത്. ഇയാൾ ഈ വസ്തുവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു പ്രയോഗം കാണിച്ചു തരണം. എനിബഡി എൽസ്? പ്ലീസ്. ഗുഡ്. കാണിച്ചാൽ മതി, പറയണ്ട. ഡസ്റ്റർ അല്ലാത്തൊരു ഉപയോഗം കാണിക്കും. കാണിച്ചു. എക്സ്പ്രസ്, ഐ മീൻ ആക്ട് ചെയ്താൽ മതി. ബെഡാണ്. യെസ്. ഇയാൾ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കാണിക്കും. വേറെ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഈ വസ്തുവിനെ കൊണ്ട് മാറ്റാൻ സാധിക്കും? ഡു ഇറ്റ്. പറയണ്ട, പറയാതെ. നിങ്ങളിതാ ഈ വസ്തുവിനെ കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുവെ പോലെ ആക്കി മാറ്റി ആക്ട് ചെയ്യണം. പറയണ്ട, ആലോചിക്കും. ലൈക്ക് ദിസ്. ഇറ്റ് ക്യാൻ ബി ബസ് ഓർ വെഹിക്കിൾ, എനിത്തിങ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയാൾ പറഞ്ഞു ഷൂ പോളിഷ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇതിന്റെ ഉപയോഗം അതല്ല, പക്ഷെ ഇതിനെ ഞാൻ ആ വസ്തുവാക്കി കാണുന്നു. വേറെ എന്ത്? ആർക്ക് പറ്റും? യെസ്, ചീർപ്പായിട്ട് ഉപയോഗിക്കാം. ഗുഡ്. സോപ്പ്. ഓക്കെ, ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇത് സോപ്പല്ലല്ലോ. ഏത് ബുദ്ധിമാനും മനസ്സിലാവും, ബുദ്ധിക്കും മനസ്സിലാവും ഇത് സോപ്പല്ല എന്നുള്ളത്, അല്ലേ? പക്ഷെ നിങ്ങളിത് സോപ്പാണെന്ന് മനസ്സിലാക്കി. എങ്ങനെ ഇത് മനസ്സിലാക്കി? എന്റെ ആക്ഷനെ കൊണ്ട്. പക്ഷെ എന്റെ ആക്ഷൻ കൊണ്ട് മാത്രമല്ല. നിങ്ങൾ എങ്ങനെ തീരുമാനത്തിലെത്തി? ഇമാജിനേഷൻ ആൻഡ് തിങ്കിങ്. ഒരു ആളിന്റെ വ്യക്തിത്വം, ഇമാജിനേഷൻ. ഞാൻ ഇമാജിൻ ചെയ്തു. എന്റെ ഇമാജിനേഷൻ എന്തോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലേ? ഒരു നടൻ
നമുക്ക് എമോഷൻ എന്താണെന്ന് നമുക്ക് അയാൾ ഇമാജിൻ ചെയ്ത് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഘടകമാണ് തിങ്കിങ്. ഒരു ചിത്രം കാണുന്നു, ചിത്രങ്ങളാകെ കുഴമറിഞ്ഞ് കിടക്കുവാണ്. നമ്മൾ സാധാരണ ഒരു ഫോട്ടോഗ്രാഫ് കാണുന്നത് പോലെയല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ചിത്രം ഫോട്ടോഗ്രാഫിയാണെന്നുള്ളതാണ്. നോ, അതായിരുന്നു പണ്ട് കാലത്ത്. മൊണാലിസയൊക്കെ ചിത്രം വരച്ചിരുന്ന കാലത്ത് ഫോട്ടോഗ്രാഫിലുള്ളത് പോലെയുള്ള ചിത്രം. അന്ന് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫി ഡെവലപ്പ് ചെയ്തപ്പോൾ ഫോട്ടോഗ്രാഫിയെ എടുത്തു മാറ്റി പെയിന്റിങ്ങിന്. പിന്നെ അതുകൊണ്ട് അപ്പൊ ചില ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾ വളരെ അബ്സേർഡ് ആയിരിക്കുന്ന ചിത്രങ്ങളായിരിക്കും. ഒരു ഫ്രെയിം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് ഈസ് എ ഫ്രെയിം, തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫ്രെയിം. ഇതിൻ്റെ അകത്ത് തോണിയനാണോ? തോണിയാണെന്ന് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ ആലോചിച്ചു കണ്ടോ? നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾക്കറിയാവുന്ന ഇമേജസുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കാനുള്ള ശ്രമം നടത്തി. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിനുള്ള വികസനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഈ പാർട്ടിനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെ ഉയർത്തുക, നിങ്ങൾ തന്നെ വളർത്തുക. നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട്. മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആളിന് ഇമാജിനേഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഭാവനക്കനുസൃതമായ തലത്തിൽ രൂപപ്പെടുത്തി വെക്കുകയാണെങ്കിൽ, അക്ബറിനെ കുറിച്ച് പഠിക്കുന്നു, ഫോർഗെറ്റ് അക്ബർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടി, ഫ്രീഡം മൊമെന്റ്. ഫ്രീഡം മൊമെന്റിനെ നമ്മളൊരു പിക്ചറാക്കി മാറ്റുന്നു. ഫ്രീഡം മൊമെന്റ്, ആദ്യത്തെ സംരംഭങ്ങൾ 1857, സിപ്പായി ലഹള. അതിൻ്റെ ഒരു ചിത്രം വരച്ചു വെക്കുന്നു, തൊപ്പിയിട്ടിട്ട് സിപ്പായി. അതിൻ്റെ കോൺസിക്വൻസസ് 1, 2, 3. Then second phase of freedom movement. ഗാന്ധിജി വരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി വന്നിറങ്ങുന്നു. അതിന്റെ സംഭവ വികാസങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ look, you are thinking, you are imagining, and it is possible to memorize easily. എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ആള് അയാൾക്ക് അനുസൃതമായ ഒരു ട്രെയിനിങ് കൊടുക്കുന്നില്ല. അയാളിന്റെ വിചാരതലങ്ങളെ പരിപോഷിപ്പിക്കുന്നില്ല. അയാളിന്റെ വിചാരതലങ്ങളിൽ ആവശ്യമായ തരത്തിലുള്ള ഒരു വികസനത്തിന് ഉതകുന്ന, ഡെവലപ്മെന്റിന് ഉതകുന്ന ഒരു പ്രക്രിയ നടത്തുന്നില്ല, ഒരു പ്രോസസ്സിന് ഭാഗമാക്കുന്നില്ല. അത് നടത്തുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുക. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ ഇന്റലിജൻസ് കൂടുക. രണ്ടാമത്തെ ഘടകം, നമ്പർ 1 തിങ്കിങ്. നമ്പർ 2, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ഗുഡ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. Transmission of message or transmission of information. It can be transmission of information as well as it can be transformation of or transmission of message. എന്താ മെസ്സേജ്? ഇൻഫർമേഷൻ ആകാം മെസ്സേജ്, അല്ലെങ്കിൽ ഇന്ററാക്ഷണൽ. ഒരു പറ, ഇന്ററാക്ഷൻ ഏത് തരത്തിലുള്ളത് അറിവായിട്ട് പുറത്തേക്ക് വരും? ഓർഡർ എന്താണ്? യു ആർ റൈറ്റ്. ഓർഡറിങ് ഓർ എനിത്തിങ് എൽസ്. വാട്ട് ഈസ് ഇറ്റ്? ഈസ് ഇറ്റ് ഇൻഫർമേഷൻ? നോ. ഈസ് ഇറ്റ് ഇൻഫർമേഷൻ? നോ. ഹായ്, ഐ ലൈക്ക് യു. ഐ ഹേറ്റ് യു. ഫീലിങ്സ്.
or my emotions. I can transmit my emotion in the process of communication. പടച്ചോനെ എന്തൊരു ഭംഗിയാണിത് കാണാൻ. ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ് ഈസ് നോട്ട് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനും ഫീലിംഗും കൂടെ ഒന്നിച്ചാകാം. ഇൻഫർമേഷനും ഫീലിംഗും കൂടെ ഒന്നിച്ചാകാം. താജ്മഹൽ, ഈ മന്ദിരമല്ലേ 20,000 ജോലിക്കാർ 20 വർഷക്കാലത്തോളം ഒരാളിന്റെ സ്വപ്നം സഫലീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. മൈ ഗോഡ്, എക്സൈറ്റഡ്. ഞാനിത് ആദ്യം താജ്മഹൽ കണ്ടപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവം എൻ്റെ ശരീരം എപ്പോഴും പ്രകടിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ഇൻഫർമേഷൻ. എന്താണ് അതിൽ ഇൻഫർമേഷൻ? എന്താണ് ഞാൻ പറഞ്ഞ പ്രസ്താവനയിലെ? താജ്മഹൽ നമ്പർ 1, നമ്പർ 2 20,000 ജോലിക്കാര് 20 വർഷം, 3 ഒരു രാജാവിന്റെ സ്വപ്നം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം. ഇനിയും ഞാൻ പറഞ്ഞു, എന്തൊരു പരിശുദ്ധി! വെണ്ണ പോലെ, മഞ്ഞ് പോലെ പരിശുദ്ധമായ ഈ വെണ്ണക്കല്ല്, മക്രാനയിൽ നിന്നല്ലേ ഈ വെണ്ണക്കല്ല് കൊണ്ടുവന്നിട്ടുള്ളത്. പടച്ചവനെ. Again, statement, information. At the same time, statement with the support of my emotion. അത്ഭുതം, ആഹ്ലാദം എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന എൻ്റെ വികാരം. ഒരു പ്രൊഫസറാണെന്ന് വിചാരിക്കുക. പ്രൊഫസർ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ താജ്മഹലിനെ കുറിച്ച് പറയുവാൻ സാധ്യതയുള്ളത്. ഞാൻ ഇന്ന് താജ്മഹലിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. താജ്മഹൽ മഹാനായ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള സൗധമാണ്. ഷാജഹാൻ ഒരു യുദ്ധകാലത്താണ് പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഡഖാൻപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് മുംതസ് മഹലിന്റെ മരണം അഭിമുഖീകരിക്കുന്നത്. അനേകം യുദ്ധങ്ങൾ ജയിച്ച് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയതമയുടെ മരണം ഏറ്റവും വലിയ പരാജയമായിരുന്നു. ആ പരാജയത്തിൽ മനം നൊന്ത ഷാജഹാൻ ആ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും ആഗ്രയിൽ തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം 15ലധികം വർഷക്കാലം തന്നോടൊപ്പം ഒന്നിച്ചു കഴിഞ്ഞിട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ട 12 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ള മുംതസിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു സൗധം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു. അതിനനുയോജ്യമായ രൂപകൽപ്പന നടത്തി. ഞാൻ പറയുമ്പോൾ കുറച്ചൊക്കെ വികാരം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയത് എന്താണ് ഇതിൽ? ഇൻഫർമേഷൻ. ഒരു അധ്യാപകൻ പലപ്പോഴും നമുക്ക് ഇൻഫർമേഷനാണ് കൂടുതൽ തരുന്നത്. ഒരു സയന്റിസ്റ്റ് നമുക്ക് ഇൻഫർമേഷനാണ് തരുന്നത്. x+y = ഒരു വികാരവും ഇല്ലാതാണ്. ചിലപ്പോൾ മുഖമൊക്കെ അങ്ങനെ കനപ്പിച്ചിട്ടായിരിക്കും x+y = എപ്പോഴും നാം ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ പലപ്പോഴും പലർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ നമുക്ക് ഇഷ്ടമാകുന്നത്. ആർ യു ഷുവർ? ഞാൻ പറഞ്ഞത് ശരിയാണോ? നമ്മൾ പറയും അയാൾക്ക് നല്ല വിവരമുണ്ട് കേട്ടോ, നല്ല പണ്ഡിത്യമൊക്കെ ഉണ്ട്, ശരിയാണ്, ഭയങ്കര ഇന്റലിജന്റാ, പിന്നെന്താ ക്ലാസ്സിലിരിക്കാൻ പറ്റൂല അല്ലേ? ചില ടീച്ചേഴ്സിനെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ല അങ്ങനെ. എന്താ കാരണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽ പുവർ. നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതാ ടൈ ഒക്കെ കെട്ടിയിട്ട് നല്ല ഇൻസേർട്ടൊക്കെ ചെയ്ത് ഫുൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് നാട്ടിലെ ഇവിടെ അല്ല, ഇവിടെ പിന്നെ എല്ലാവരും അത് ഇടും. ഞാൻ വന്നപാട് പറഞ്ഞു എന്താ അത് ഇങ്ങനെയാണ് നടക്കണത്? നസറുദ്ദീൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഗൾഫിൽ നടക്കാൻ പോകണം, ഇതൊന്നും പറ്റില്ല കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ഷൂ എങ്കിലും ഇടുമെന്ന് പറഞ്ഞു. പോട്ടെ, നാട്ടിൽ അങ്ങനെയല്ല, ഷൂ ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി വെള്ളക്കുപ്പായൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളടുത്ത് വരുന്നു. ഞാൻ ഒരു ബാഗ് തുറന്നു, ഒരു മരുന്ന് കമ്പനിയുടെ ആളാണ്. ഇതൊരു പുതിയ മരുന്നാണ്, ഒരു പുതിയ മരുന്നാണിത്. സർ, ഡോക്ടറോടാണ്, സർ
ഈ മരുന്ന് ആ ഡോക്ടർ മരുന്ന് വാങ്ങുമോ? കൊടുക്കുമെന്ന് ശല്യം കൊണ്ട് വാങ്ങുമല്ലേ, എന്നാലും ശല്യം കൊണ്ട് വാങ്ങൂല. അപ്പോൾ ഇവിടെ ശല്യം കൊണ്ട് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞതിൻ്റെ ശേഷം, സർ ഐ ആം റെപ്രസെന്റിങ് ദിസ് കമ്പനി. സർ ലുക്ക്, ദിസ് ഈസ് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് മൈ കമ്പനി. ഈ മരുന്ന് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ഈ മരുന്ന് സർ, എന്നിട്ട് പുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു, സർ ഈ ഡിസീസിന് ഇന്നത്തെ തരത്തിലുള്ള ഇതിൻ്റെ പ്രയോഗം പറഞ്ഞിരിക്കുന്നു. യെസ് സർ, ലുക്ക്, ഇന്ന ഡോക്ടർ ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് ശുപാർശ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാർ ഇത് 2 സാമ്പിൾ ഇത് നോക്കൂ. ആദ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞവന് ഇഷ്ടപ്പെടുക, രണ്ടാമത് പറഞ്ഞ ആള്. സോ കമ്മ്യൂണിക്കേറ്റഡ് പ്രോപ്പർലി. പശുവിനെ കുറിച്ച് പ്രസംഗിക്കൂ. പശു, എൻ്റെ അച്ഛനൊരു പശുണ്ട്. പശുവിന് 4 കാല്, 2 കൊമ്പ്. പശു വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമാണ്. നാം നമ്മുടെ വീട്ടുമൃഗങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി തീർത്തിരിക്കുന്ന ഒന്നാണ് പശു. പശു നമുക്ക് പാൽ തരുന്നുണ്ട്. ഏതായിരിക്കും ഇഷ്ടാവുക? രണ്ടാമത് പറഞ്ഞതിന് അബദ്ധം നോക്കണം. പശു, എൻ്റെ അച്ഛൻ, അയാൾ അച്ഛൻ പശുവാ എന്നുള്ള മട്ടിലാണ് പറയുന്നത്. എൻ്റെ അച്ഛനൊരു പശു ഉണ്ടെന്നാണ്, തൊണ്ട ഇറങ്ങിപ്പോയി. സോ കമ്മ്യൂണിക്കേഷൻ മോശമായിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷനും എമോഷനും ഒക്കെ അപകടമാവും. ഒരാൾ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വേറൊരാളിനോട് ദേഷ്യം തോന്നി. ലിൻഡ് എന്ന് പറഞ്ഞ ഒരാളാണ്. ദേഷ്യപ്പെട്ടു ഒക്കെ പറഞ്ഞിട്ട് ചാടി. അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, നീ എന്താണടാ ഇന്ന് നല്ല മൂഡിലാണല്ലോ, ഭയങ്കര ഹാപ്പി ആയിട്ട് പെരുമാറുന്നതെന്ന്. ഒരു ദിവസം ലിൻഡ് ഭയങ്കര മൂഡ് ഔട്ടായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അതേ ഫ്രണ്ട് തന്നെ, ഏയ് മിസ്റ്റർ ലിൻഡ്, ഇന്ന് ആൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ല. നമുക്ക് പല ടീച്ചേഴ്സും നമുക്ക് ഇഷ്ടമാകാത്തത് അവർക്കറിയാവുന്ന വിവരം വേണ്ട വിധത്തിൽ ആശയവിനിമയം ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. നമുക്ക് മനസ്സിലാക്കി, നമുക്ക് ഫലവത്താക്കി, നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കോൺവെർസേഷണലിസ്റ്റ്. ചിലർ 5 മിനിറ്റ് വർത്താനം പറയുമ്പോഴത്തേക്ക് വായ്നാറ്റൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ മൂക്ക് കുത്തി പോകുന്നത് അയാൾക്ക് വേണ്ട പരിശീലനം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിത്വത്തെ ഏറ്റവും ഭംഗിയായിട്ട് പ്രകടിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. ഇന്റലിജൻസ് പോലെ തന്നെ, തിങ്കിങ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ. ഈ ഭൂമിയിൽ ഒരു നല്ല പ്രാസംഗികനായിട്ടാണോ ഞാൻ ജനിച്ചു വീഴുന്നത്? നോ. നല്ലൊരു ടീച്ചറായിട്ടാണോ ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീണിട്ടുള്ളത്? നോ. നല്ലൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്? നോ. ഇവിടെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് പറയുന്നത്. നമുക്ക് പലതിനും ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അല്ലേ? നമുക്ക് പലതിനും ട്രെയിനിങ് കിട്ടുന്നു. നമുക്ക് പലപ്പോഴും ആശയവിനിമയം ചെയ്യപ്പെടുന്നതിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. നമുക്ക് പ്രസംഗ പരിശീലനത്തിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. നമുക്ക് കോൺവെർസേഷൻ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. നമുക്ക് എങ്ങനെ ഇന്റർവ്യൂ ഫേസ് ചെയ്യണം എന്നുള്ളതിനുള്ള പരിശീലനം കിട്ടുന്നില്ല. ഈ പരിശീലനം കൊണ്ട് വ്യക്തിത്വത്തിൽ ഈ ഘടകങ്ങളിൽ നമുക്ക് ഫലവത്തായ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാവുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടെ സൂചിപ്പിച്ച് നിങ്ങളുടെ ചർച്ചയ്ക്ക് വിടാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് പലപ്പോഴും ആരംഭിക്കുന്നത്. ഈ വ്യക്തിയെ നാം സെൻഡർ ഓഫ് ദ മെസ്സേജ് എന്ന് വിളിക്കുന്നു. Who sends the message? മെസ്സേജ് ആണ് ഇയാൾക്ക് കൊടുക്കാനുള്ളത്. മെസ്സേജ് ഇൻഫർമേഷൻ ആകാം, ഐഡിയ ആകാം, എമോഷൻ ആകാം, ഇതൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആകാം. എങ്ങനെയാണ് നമ്മൾ ഐഡിയ കൊടുക്കുന്നത്? ഒരു നീണ്ട വെളുത്ത പ്രകാശം പുറത്തേക്ക് വിടുന്ന
ഒരു സാധനം. എന്താണത്? വാട്ട് ഈസ് ഇറ്റ്? ട്യൂബ് ലൈറ്റ്. ട്യൂബ്. എങ്ങനെ എനിക്ക് ട്യൂബ് എന്ന് കിട്ടിയത്? എനിക്ക് എങ്ങനെയാണ് അത് ട്യൂബാണെന്ന് മനസ്സിലായത്? ആര് പറഞ്ഞപ്പോൾ? ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയത് കൊണ്ട്. ഈ നേരത്തെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാണുന്ന, കേൾക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന വസ്തുക്കളെ ഞാൻ ഉചിതമായ സങ്കല്പനത്തിലേക്ക്, എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ സങ്കല്പനമാണ്, കോൺസെപ്റ്റുകളിലേക്ക് മാറ്റും. ഈ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് പ്രയാസമാണെന്ന് നോക്കുക. ഒരു നീണ്ട വെളുത്ത പ്രകാശം പുറത്തേക്ക് വിടുന്ന ഒരു വസ്തു ട്യൂബാണെന്ന് തന്നെ നിങ്ങൾക്ക് വിചാരിച്ചുകൊള്ളണമെന്നില്ല. കറങ്ങുമ്പോൾ താഴേക്ക് കാറ്റ് വീഴുന്ന, ഒരു കുളിർമ തോന്നുന്ന 3 ഇലകളുള്ള ഒരു വസ്തു. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഈ വസ്തുവിനെ ഞാൻ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നതിന് ആവശ്യമായ വാക്കുകളിലേക്ക് ആദ്യം മാറ്റേണ്ടതുണ്ട്. ആവശ്യമായ സങ്കല്പനങ്ങളിലേക്ക്, കോൺസെപ്റ്റുകളിലേക്ക് എനിക്ക് മാറ്റേണ്ടതുണ്ട്. കോൺസെപ്റ്റുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അത് സന്ദേശമാക്കി മാറ്റുന്നു. സന്ദേശമാക്കി മാറ്റുന്നതിന് കോൺസെപ്റ്റുകളെ ഞാൻ ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യുന്നു. ലാംഗ്വേജ്, ഫാൻ, പങ്ക, ട്യൂബ്ലൈറ്റ്, വിളക്ക്, മൈക്ക്, ഇതൊക്കെ ഏതെങ്കിലും ഭാഷ ഞാൻ ഉപയോഗിക്കുന്നു. ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഭാഷയിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് സന്ദേശമാക്കി മാറ്റുന്നു. സന്ദേശമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞാനത് പറയുന്നു, പ്രകടിപ്പിക്കുന്നു. പ്രകടിപ്പിക്കുമ്പോൾ ഏതാളാണോ അത് സ്വീകരിക്കുന്നത്, ഏത് ആളുകളാണോ അത് സ്വീകരിക്കുന്നത്, അവരെയാണ് റിസീവർ ഓഫ് ദ മെസ്സേജ് എന്ന് പറയുന്നത്. The person or persons who receive the message. Now who is sending message here? ഇവിടെ ആരാണ് സന്ദേശം അയക്കുന്നത്? ഇവിടെ ഞാൻ. ആരാണ് റിസീവ് ചെയ്യുന്നത്? നിങ്ങൾ. എന്നാൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു, നിങ്ങൾ പ്രതികരിക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടുന്ന, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. പക്ഷെ മെസ്സേജ് അയക്കുന്നത് എവിടുന്നാണ്? എൻ്റെ അടുത്തു നിന്നാണ്. ഐ ആം സെൻഡിങ് ദ മെസ്സേജ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിലേക്ക് സന്ദേശമാക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്കതെങ്ങനെ മനസ്സിലാകുന്നു? കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ മഴ പെയ്തു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാര്യം മനസ്സിലായത്? നിങ്ങൾ മഴ കൊണ്ടിട്ടുണ്ട്, ഓക്കെ. നിങ്ങൾ മഴ കൊണ്ടിട്ടില്ല, മഴ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കും? പടമി ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷൻ എന്താ ചെയ്യുന്നത്? ഞാൻ തന്നിരിക്കുന്ന ഈ ഇൻഫർമേഷന് ഖത്തറിൽ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു കേട്ടോ എന്ന് ഞാൻ എൻ്റെ മകൾക്ക് വിളിച്ച് പറയുന്നു എന്ന് വിചാരിക്കുക. മകൾക്ക് അത് ഗ്രഹിക്കുന്നു. എന്തിങ്ങനെ ഗ്രഹിക്കുന്നു? ഈസ് ഇറ്റ് കമ്പയറിങ്? കമ്പാരിസൺ ഈസ് ദേർ. അവിടെ മഴ ചെയ്തിട്ടില്ല, അവിടെ മഴ ചെയ്തു എന്നുള്ളടത്ത്. അതല്ല, മഴ ഇവിടെ പെയ്തു എന്നുള്ളത് എങ്ങനെ ഗ്രഹിക്കുന്നു? റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഖത്തറിൽ. അപ്പൊ എന്താ മനസ്സിലാക്കുന്നത്? ഖത്തർ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച മഴ. എന്താ മഴ? ആകാശത്ത് നിന്ന് വെള്ളത്തുള്ളികൾ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ചിലപ്പോൾ തണുത്ത കാറ്റടിച്ചതിൻ്റെ മഴ താഴേക്ക് വീണു, വെള്ളം വീണു. വെള്ളം ആകാശത്ത് നിന്ന് വീഴുന്നു എന്നുള്ളതാണ് മഴ. അപ്പൊ മഴ എന്നുള്ളൊരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടി. ഖത്തറിൽ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു. ഇവിടെ നിങ്ങൾ നടത്തുന്ന പ്രക്രിയയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നടത്തിയത് എന്താണ്? എൻകോഡിംഗ്. ഞാൻ എൻകോഡ് ചെയ്തത് അതേ രീതിയിൽ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ സാധിച്ചാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലേ? ആർ യു ഷുവർ? ഷുവർ? എന്താ പേര്? ഷാബിർ. എവിടുന്ന? മലപ്പുറം. ഏത് ക്ലാസ് പഠിക്കുന്നത്? 9th. ഏത് സ്കൂളിൽ? MES. ഷാബിർ, മലപ്പുറം, 9th, MES.
ഇതൊക്കെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്താണ്? ഷാബിർ, പേരെന്താണ്? ഷാബിർ ഡീകോഡ് ചെയ്തു. എൻ്റെ പേരാണ് സാറ് ചോദിക്കുന്നത്. എൻ്റെ പേര് ഷാബിർ. ഉത്തരം കൊടുത്തു എനിക്ക്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 9th. എവിടെയാണ് വീട്? മലപ്പുറം. ഞാൻ എന്ത് മെസ്സേജ് അയച്ചോ ആ മെസ്സേജ് ഒക്കെ വേണ്ട വിധത്തിൽ ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്യാതെ പോയാലോ? റോങ് ഇൻഫർമേഷൻ മാത്രം ആയിക്കോളും. എവിടെയാ വീട്? അന്നെ എസ്രു ഏനു? ആരെങ്കിലും കാസർഗോഡ് ഉണ്ടോ ഇവിടെ? അന്നെ എസ്രു ഏനു? എന്താ നിങ്ങളെ പേര്? എന്നെ എസ്രു ഏനു എന്ന് ചോദിച്ചത് കന്നഡ ഉപയോഗിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. കന്നഡ ഡീകോഡ് ചെയ്തില്ല. ഗുഡ്, മനസ്സിലായോ പറഞ്ഞത്? ഡീകോഡ് ചെയ്യാതെ പോയാൽ ഉത്തരവും കിട്ടൂല, മനസ്സിലാവൂല്ല. അപ്പോൾ പലപ്പോഴും പറയുന്നവരുടെ തകരാറല്ല, കേൾക്കുന്നവരുടെ തകരാറായിരിക്കും. നമ്മൾ വിടുന്ന സന്ദേശം മറ്റേ ആൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുന്ന ആളിനെ അത് സ്വീകരിക്കുവാനുള്ള, തിരിച്ചു പിടിക്കാനുള്ള, ഞാൻ എൻകോഡ് ചെയ്തിട്ടാണ് വിടുന്നത്. ഫാൻ, അപ്പൊ ഫാൻ നോക്കിയിട്ട് ഫാൻ എന്ന് മനസ്സിലാകണ്ടേ? ഡീകോഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് കിട്ടില്ല. ആനയെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ? ആനയെ കാണാത്ത ഒരു കാലത്ത് ദ്വീപിലുള്ള ഒരു കുട്ടി ആനയെ കണ്ടപ്പോൾ, കോഴിക്കോട് വന്ന ആനയെ കണ്ടപ്പോൾ വലിയൊരു ആന. അപ്പൊ ചോദിച്ചു, എന്റെ പടച്ചോനെ, ഇതിനെ പെറുന്ന ഉമ്മ ആരാണ് എന്ന്. എന്താണെന്നറിയാമോ? ആന എന്നുള്ളത് ഡീകോഡ് ചെയ്തിട്ടില്ല. ആന എന്ന് പറയുന്നത് ഡീകോഡ് ചെയ്താൽ മാത്രം അതിന് റെസ്പോൺസ്, ഫീഡ്ബാക്ക് ഉണ്ടാവുള്ളൂ. ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? ഡീകോഡ് ചെയ്യാത്തത് കൊണ്ട്. ഡീകോഡ് ചെയ്യാത്തത് കൊണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഡീകോഡ് ചെയ്യാത്തത് കൊണ്ട്. വലിയൊരു സയന്റിസ്റ്റ് വന്നിട്ട്, അബുൽ കലാം ആസാദ് വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഫൈബർ ഓപ്റ്റിക്സ് ഈസ് വൺ ഓഫ് ദി, നമുക്ക് ആയിരിക്കും. എന്തുകൊണ്ട്? ഡീകോഡ് ചെയ്യുന്നില്ല. അത് മിസ്റ്റർ സലാമിന്റെ തകരാറാണോ? സലാമിന്റെ തകരാറല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ സലാമിന് നമ്മളെ ബോധ്യപ്പെടുത്തി പറഞ്ഞു തരാൻ സാധിക്കുന്നുമില്ല. അല്ല, ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനെ നിങ്ങൾ കേട്ടിരിക്കും. 2 നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞ അവസാന കാലം അമേരിക്കയിൽ താമസിക്കുമ്പോൾ ചെറിയ കുട്ടികളോട് ഐൻസ്റ്റൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഐൻസ്റ്റൈൻ വലിയ ബുദ്ധിജീവിയാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തലച്ചോറുകളിൽ ഒന്നാണ്. ഇപ്പോഴും ഐൻസ്റ്റൈൻ്റെ തലച്ചോറ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഐൻസ്റ്റൈൻ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുമായിരുന്നു. എന്താ കാരണം എന്നറിയാവോ? ഡീകോഡ് ചെയ്യുന്ന വിധത്തിൽ ഐൻസ്റ്റൈന് മെസ്സേജ് കൊടുക്കാൻ സാധിച്ചു. നല്ല ടീച്ചർ അതാണ് ചെയ്യുക. ടീച്ചർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇവിടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ? കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വിൽ ബി എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ല ബുദ്ധിയുള്ള ഒരാൾ ക്ലാസ്സിലുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അയാൾക്ക് വേഗം മനസ്സിലാകുന്നുണ്ട്. ബാക്കിയുള്ള ഭൂരിപക്ഷം കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? യൂസ്ലെസ്. അപ്പം ഞാൻ പൊതുവെ പല ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ സെൻറ്ററും ആലോചിക്കണം. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ ലളിതമാക്കി പറയണം, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയണം, ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയണം. ഡീകോഡ് ചെയ്യുന്നില്ല ഒരാളെന്ന് കണ്ടാൽ എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല, ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിക്കട്ടെ. എന്താണത് പറയുന്നത്? ഫൈബർ ഓപ്റ്റിക്സ് ഈസ് ഡീകോഡ് ചെയ്യാനുള്ള ഒരു ശ്രമം. വേണമെങ്കിൽ ഡീകോഡ് ചെയ്യുന്നില്ല, എനിക്ക് സർ ഫൈബർ ഓപ്റ്റിക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പ്ലീസ് സർ. എന്താ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഡീകോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കൂല. ഡീകോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കാതെ പോകുന്നത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് തടസ്സമായി തീരും. ഡീകോഡ് ചെയ്യണം. വായിക്കുമ്പോൾ ഡീകോഡ് ചെയ്യണം. പുസ്തകം വായിക്കുമ്പോൾ ചില കോൺസെപ്റ്റുകൾ കാണുന്നു, ആ കോൺസെപ്റ്റ് ഡീകോഡ് ചെയ്തിട്ടില്ലെങ്കിൽ താല്പര്യത്തോടു കൂടെ ഒന്നും കൂടെ വായിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ചോദിക്കണം, സാർ എനിക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഡീകോഡ് ചെയ്താൽ കാര്യം ഗ്രഹിക്കുന്നു. പാഠപുസ്തകം വായിച്ചാൽ പലതും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നവർക്ക് ഡീകോഡ് ചെയ്യാത്തതാണ്. ഡീകോഡ് ചെയ്യാത്തതാണ്, പാഠപുസ്തകത്തിന്റെ തകരാറല്ല. ഡീകോഡ് ചെയ്യുവാൻ പരിശീലനം വേണം, എഗെയിൻ ട്രെയിനിങ് വേണം.
10 തവണ ആനയെ കണ്ടപ്പോൾ, സൂല് പോയപ്പോൾ ആനക്കുട്ടിയെ കണ്ടപ്പോൾ, ആനയെക്കുറിച്ച് പുസ്തകം വായിച്ചപ്പോൾ ദ്വീപിൽ നിന്ന് വന്ന കുട്ടീൻ്റെ എല്ലാ പ്രശ്നവും തീർന്ന്. അത് ശരി, ആന പ്രസവിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, പിന്നെയാണ് ആന ഇങ്ങനെ വലുതായി 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 വരുന്നത്. ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ട്, എഡ്യൂക്കേഷൻ കിട്ടുന്നത് കൊണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം വ്യക്തമാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി ലഭിക്കാവുന്നതാണ്. ഇഫ് യു ഗെറ്റ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഗെറ്റ് ദ ട്രെയിനിങ് ആൻഡ് ഗെറ്റ് ദ ട്രെയിനിങ്. ഇഫ് യു വാണ്ട് ടു ബി എ വെരി ഗുഡ് സ്പീക്കർ, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഒരാളുടെ അടുത്ത് വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രസംഗിക്കാൻ, ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ, അല്ലേ? ഉള്ളിനുള്ളിൽ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. നമുക്കുള്ള ചില ഐഡിയാസ് ഒക്കെ അറിയാം, പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലോ? നമ്മുടെ ഐഡിയാസ് ഉണ്ട്, നമുക്ക് ഇമാജിനേഷൻ ഉണ്ട്, നമുക്ക് നല്ല പോലെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പശുവും അച്ഛനും ആയി പോവില്ലേ? സോ ഫോർ വിച്ച് യു നീഡ് ട്രെയിനിങ്. നമ്മളെ വ്യക്തിത്വത്തിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്, പരിശീലിപ്പിച്ചെടുക്കുന്നതാണ്. ഈ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് നാം എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് ഫലം ഉണ്ടായിത്തീരും. നമുക്ക് ആളുകൾ അഭിമുഖീകരിക്കുവാനുള്ള കഴിവ്, അല്ലേ, നമുക്ക് എവിടുന്നാണ് ഉണ്ടായിത്തീരുന്നത്? നമ്മൾ ആളുകളെ കാണുമ്പോൾ സംസാരിക്കുക, ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, നല്ല ഷർട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ടല്ലോ, ഈ ഷർട്ട് നിനക്ക് മാച്ച് ചെയ്യില്ല കേട്ടോ, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഷർട്ട് എന്തോ സംസാരിക്കുന്നു. അല്ല, ഇന്നലെ മഴ പെയ്തല്ലേ, ആ മഴ പെയ്ത് കേൾക്കുന്നു. ഇന്ന് ഖത്തറിൽ മാത്രമല്ല, സൗദിയിലും മഴ പെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മഴ പെയ്തതിന് ശേഷം തണുപ്പ് വന്നു, അല്ലേ? ലുക്ക്, കോൺവെർസേഷൻ ഫ്രം വിച്ച് യു ആർ ഡെവലപ്പിംഗ് യുവർ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് യു ആർ എക്സ്പ്രസിംഗ് എഫക്റ്റീവ്ലി. അപ്പൊ പറയട്ടോ, ആളെ നന്നായിട്ട് കീശലാക്കുന്ന ആളാണ് കേട്ടോ. ട്രെയിനിങ് ആണ് അതിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ നല്ല എഞ്ചിനീയർ ആയാൽ മാത്രം മതിയോ? നല്ല എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, ബട്ട് യു ഹാവ് ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ് ഇൻ ഫ്രണ്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ദ ഇന്റർവ്യൂ ബോർഡ്. ഒരു ചോദ്യം ചോദിക്കുന്നു, വാ എന്നാ പിടിച്ചോ, അടുത്ത ചോദ്യം ചോദിച്ചോ എന്നുള്ള മട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഗുഡ്, അന്നേരം തന്നെ പറയും അപ്പോയിന്റഡ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, വ്യക്തിയോടും. ഞാൻ എൻ്റെ വിഷമമൊക്കെ ഇയാളോട് പറഞ്ഞു, ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി നല്ല മൂഡിലാണ് ഇപ്പം അല്ലേ, ഒറ്റടി ഞാൻ കൊടുക്കൂല്ലേ. ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും കേട്ടാളിൻ്റെ തകരാറല്ല, പറഞ്ഞ എൻ്റെ തകരാറാണ്. ഞാനെല്ലാം ഹാപ്പിയിലാണ് പറഞ്ഞതെന്നാണ് മൂപ്പർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കതിന് പരിശീലനം വേണം. അത് നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞ് തപ്പിക്കളിക്കുമ്പോൾ, നീ എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ, നീ എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ, എന്താണോ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല അയാൾ ധരിച്ചിട്ടുള്ളത്. അയാൾക്കല്ല തകരാറ്, എനിക്ക് കൂടിയാണ് തകരാറ്. ഇവിടെയാണ് നമ്മളെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വശം നമുക്ക് വളർത്തിയെടുക്കണം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ നാം ആശയം കൈമാറ്റം, ഇത് പല സന്ദർഭങ്ങളിലുണ്ട്. ഒന്ന്, സ്പീച്ച് തന്നെ, പ്രസംഗം. രണ്ട്, ക്ലാസ്സും സ്പീച്ചും വ്യത്യാസമുണ്ട്. ക്ലാസ്, ടീച്ചിങ്. നമ്പർ 3, കോൺവെർസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏരിയ വന്ന് നമ്മുടെ അടുത്ത്. ഈ 3 ഏരിയയിൽ നമുക്ക് പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്ര ഇഷ്ടപ്പെടുന്ന അറിയാവോ? ഒരാളെ കാണുമ്പോൾ ആൾ നല്ല പ്ലീസിങ് ആണ് കേട്ടോ, വർത്താനം പറയുമ്പോഴൊക്കെ എന്താണെന്നറിയാവോ? കോൺവെർസേഷനലിസ്റ്റ് ആണ്. ചില ആളുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് സന്തോഷം തോന്നുന്നത്? ചില ടീച്ചേഴ്സിന്റെ മോന്ത കണ്ടാൽ 2 ദിവസത്തേക്ക് കഷായം കുടിച്ച മാതിരി നമുക്ക് തോന്നില്ലേ? എന്തുകൊണ്ടാണ്?
വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരോട് എനിക്ക് അല്ലെങ്കിൽ ചീത്ത വെക്കും. So we will discussing on communication, and I have mentioned about the importance of language in the communication process. Language is vehicle to transmit the ideas or expressions. It is vehicle. It is vehicle to transmit the ideas or informations, for which we have to be trained. നമുക്ക് പരിശീലനം കിട്ടണം ഭാഷയിൽ. അതിന് സംസാരിക്കണം. അതിന് കൂടുതലായി നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകണം. ഭാഷയിൽ പരിചയം കിട്ടാൻ ഇടപഴകണം. രണ്ടാമത്തത്, നമ്മൾ ഭംഗിയായി അവതരിപ്പിക്കണം. ഒരേ കാര്യം തന്നെ പലതരത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഭംഗിയായി അവതരിപ്പിക്കണം. പ്രസന്റേഷൻ, എക്സ്പ്രഷൻ, അതിൽ സ്കില്ല് വേണം. അത് പരിശീലനം കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. മൂന്നാമത്തത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ്. വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ്? ഇതിപ്പോൾ ഈ വെർബലാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെർബലാണ്. വാക്കുകൾ അത് ശബ്ദമാക്കി പറയുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, വാക്കുണ്ടാവില്ല ആണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് ഗെസ്റ്റേഴ്സ്, വാക്കുകൾക്കപ്പുറം ബോഡി ലാംഗ്വേജ്, അതിൽ ഗെസ്റ്റേഴ്സ്, നമ്മൾ പറയുന്ന കൈകാണ്ടുള്ള ആംഗ്യവിക്ഷേപങ്ങൾ. കേട്ടിട്ടില്ലേ? ഈ ഡിസേബിൾഡ് ന്യൂസ് വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ ഉള്ളത്. അവർക്ക് ആംഗ്യവിക്ഷേപം കൊണ്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ അതാ ഉണ്ടോ? നമ്മളിതെന്താ, നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ നോൺ വെർബൽ ഉപയോഗിക്കുന്നു. ഈ വിശാലമായ ലോകത്ത് ഞാൻ മാത്രമല്ല, അനേകം മനുഷ്യജാലങ്ങളുണ്ട്. ഉണ്ടോ? ഞാൻ പറയുന്നതിനോട് സപ്ലിമെന്റ് ചെയ്യണത്. അതിന് മറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഈ വിശാലമായ ലോകത്ത് ഞാൻ മാത്രമല്ല നിങ്ങളും ഉണ്ട്. കോൺട്രഡിക്ഷനായി കണ്ടോ? ആംഗ്യവിക്ഷേപങ്ങളെ വേണ്ട വിധത്തിൽ, വളരെ കൂടുതലല്ല, ആവശ്യത്തിന് പ്രയോഗിക്കുക. അത് കയ്യും കാലിട്ടിട്ട് ഇങ്ങനെ അടിക്കണം എന്നൊന്നുമില്ല. ഈ വിശാലമായ ലോകത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് വളരെ ഫലവത്തായിട്ട് പറയാം. ചില പ്രാസംഗികന്മാരെ നിങ്ങൾ നോക്കുക, ഈ വിരൽ കൊണ്ട് മാത്രം അവർ നോൺ വെർബൽ മീൻസ് പറയും. രണ്ടാമത്തത്, ഗസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഉള്ളത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് പറയുമ്പോൾ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതിലുണ്ടായിരിക്കണം. ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കുക നിങ്ങൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന ഒരു അവയവമുണ്ട്, ദാറ്റ് ഈസ് ഐസ്. അത് നമ്മൾ പറയുന്നതിനോട് ചേർന്ന് നിൽക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് കണ്ണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസീവ് അല്ലാതാകും. അത് മാത്രമല്ല, കണ്ണുകൊണ്ട് എല്ലാവരെയും നോക്കണം. ഞാൻ ഇയാളെ മാത്രം നോക്കിയിട്ട് പറയാം. ആശയവിനിമയത്തിൽ ഏറ്റവും ശക്തമായ അവയവം കണ്ണാണ്. കണ്ണ് കൊണ്ട് നമ്മൾ ഒരാളിൻ്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചൂടാകാൻ തുടങ്ങും കുറേ കഴിയുമ്പോൾ. അപ്പം ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷനിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഐസ് എന്ന് പറയുന്നത്. ഐ കോണ്ടാക്ട് വേണം. ആരോട് സംസാരിക്കുമ്പോഴും ഐ കോണ്ടാക്ട് വേണം. കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത്. മുഖത്ത് നോക്കാതെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ എന്താ സംഭവിക്കുക? രണ്ടെണ്ണം തരാൻ തോന്നും. ഉണ്ടോ? നമ്മൾ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കണം. ഇങ്ങനെ ഇയാളോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്താ പേരെന്താ? ഫസൽ. എന്താ പേരെന്താ? എന്താ പേര്? ഉണ്ടോ? ലുക്ക് അറ്റ് ദ ഐസ്. ഇയാളുടെ പേരെന്താ? ഫസൽ. കണ്ടോ? ഐ കോണ്ടാക്ട് വേണം. ഒരാളിനോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണം. ലുക്ക് അറ്റ് ദ ഐസ്, കമ്മ്യൂണിക്കേറ്റ്. ഇഫ് ഇറ്റ് ഈസ് ടു ദ ഗ്രൂപ്പ്, മേക്ക് എ ഫീലിംഗ് ദാറ്റ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ ഐസ്. ഇയാളെ നോക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നതാകാം.
പക്ഷേ എല്ലാവരെയും നോക്കുന്നു എന്നുള്ളത്. ഇതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അവയവം. രണ്ടാമത്തെ അവയവം, മറ്റൊരു ശക്തമായ അവയവം നമ്മുടെ മൗത്താണ്. യു ക്യാൻ സീ ദാറ്റ് ദ മൗത്ത് ഡിസൈഡ്സ് ദ എക്സ്പ്രഷൻ. ഈ ഭാഗം പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ട് അല്ലേ? ഇതാ നോക്കുക, എക്സ്പ്രഷൻ മാറി. നോക്കുക, നിങ്ങൾ കാർട്ടൂൺസ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ എക്സ്പ്രഷൻ മാറി. സോ ദ യൂസ് ഓഫ് യുവർ ലിപ്സ്, ദ മൗത്ത് ഈസ് ആൾസോ ക്രൂഷ്യൽ ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് നമ്മൾ എക്സ്പ്രസീവ് ആക്കുന്നതെന്ന് അർത്ഥം ഫേഷ്യൽ എന്ന് പറയുന്നതിൽ. ദെൻ ദ തേർഡ് ഈസ് മൊബിലിറ്റി. ആവശ്യമായ സമയത്ത് മൂവ് ചെയ്യുക അല്ലേ? ഞാൻ ഇവിടെ തന്നെ നിന്ന് സംസാരിച്ചാൽ അതിനേക്കാളേറെ ഇഷ്ടമാകും ഒന്ന് മൂവ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ. ഞാൻ ഇയാളോട് പേര് ചോദിക്കുകയാണ്. പേര് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് എന്താ പേര് എന്ന് ചോദിച്ചാലോ, എന്താ പേര്? ഫസൽ. കണ്ടോ, മൊബിലിറ്റി നാം അടുത്ത് എത്തിക്കുക എന്നുള്ളത്. ആവശ്യമാണെങ്കിൽ ഫിസിക്കൽ പ്രോക്സിമിറ്റിയിൽ ടച്ചിങ്ങും. പ്രസംഗിക്കുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂല, പക്ഷെ പേഴ്സണലായിട്ട് നമുക്ക് ഒരാളിനെ തൊട്ടാൽ വിഷമം ഉണ്ടാക്കുന്ന ഒരാളല്ല എന്നുള്ളതാണെങ്കിൽ എല്ലാവരും പോയിട്ട് തൊടുവും വേണ്ട, അപകടമാണ്. സാരില്ല കേട്ടോ, സാരില്ല കേട്ടോ, കണ്ടോ ഇങ്ങനെ നിന്നിട്ട് സാരില്ല കേട്ടോ എന്ന് പറയുന്നതും സാരില്ല സോറി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, പ്രത്യേകിച്ച് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ടച്ചിങ്ങിന് ഭയങ്കര എഫക്റ്റ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ മരിച്ചപ്പോൾ പോയി. ഭയങ്കര പ്രിയമായിരുന്നു ഫാദറിനെ, ഈ ആളിന്. അടുത്തിരുന്ന് ഞാൻ അയാളുടെ കൈ പിടിച്ച് ഇങ്ങനെ അമർത്തി. ദ മെസ്സേജ് വാസ് സാരില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ടച്ചിങ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര യു ആർ ടച്ചിങ് യുവർ ഫിംഗർ, you are touching the other's finger, but at the same time you are touching the heart. പ്രത്യേകിച്ച് വിഷമാകുമ്പോൾ, പ്രത്യേകിച്ച് സങ്കടമാകുമ്പോൾ, ചിലപ്പോൾ കണ്ടില്ല നമ്മൾ കരച്ചിലൊക്കെ വരുമ്പോൾ നമ്മളെ സിസ്റ്റർ ബ്രദറെ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ എംബ്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായ റിലീഫ് തോന്നും. ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടച്ചിങ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്, ബട്ട് നോട്ട് ഇൻ ദ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ബട്ട് ഇൻ ദ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എക്സ്പെർട്ട്നെസ് ഉണ്ടാക്കാൻ സാധിക്കും. ഓരോരോ സിറ്റുവേഷനിലും ഓരോരോ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല, ഞാൻ ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ വൈഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻ ഡിഫേഴ്സ്, അതും എനിക്ക് മനസ്സിലായിരിക്കണം. ചെറിയ ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയല്ല വലിയ ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിലുള്ള പരിശീലനം വരുന്തോറും സ്വാഭാവികമായും നമ്മൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് വളരെ എഫക്റ്റീവായിട്ട് തീരുന്നു. മൂന്നാമതൊന്നുണ്ട്, ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുക, ഒരു വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കുക. അത് ബാഹ്യതലത്തിൽ ചിലപ്പോൾ അത്രമാത്രം ആകർഷകത്വം ചിലപ്പോൾ ചിലർക്ക് തോന്നിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ ആന്തരികമായി നാം വളരെ ശുദ്ധീകരിക്കപ്പെടും. വാല്യൂ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് റിലീജിയൻ ഇവിടെ അതിമഹത്തായ പങ്കാണുള്ളത്. വിശ്വാസാധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഓറിയന്റഡ്. എന്നോട് ഇയാൾ സംസാരിക്കും പറയും, സർ സത്യമാണ് സർ. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ബിലീവ് യു. വൈ? ഞാൻ എൻ്റെ ഫെയ്ത്താണ്, ഫെയ്ത്ത്ഫുൾനെസ് കാണിക്കുകയാണ് ഞാൻ ഇയാളിനോട്. ഞാൻ ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം ഉണ്ടാകുന്നു. ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. എൻ്റെ വാല്യൂ ആണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. എനിക്കത് റിലീജിയൻ തരുന്നതാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കും. വാല്യൂ എഡ്യൂക്കേഷൻ നമ്മുടെ വ്യക്തിത്വത്തിന് ആന്തരികമായ ചൈതന്യം കൊടുക്കും, ബാഹ്യതലങ്ങളിലുള്ള ചൈതന്യമല്ല. നമ്മൾ 5 നേരം നമസ്കരിക്കുന്നു. 5 നേരം നമസ്കരിക്കുന്നത് ബാഹ്യതലങ്ങളിൽ നാം നമസ്കരിക്കുന്നു എന്നുള്ള ബാക്കിയുള്ളവർ കാണുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആന്തരിക ഘടകങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. നമ്മുടെ മൊറയിൽ വളരുന്നു, നമ്മുടെ മൊറയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തീരുന്നു. നമ്മളൊരു പ്രിൻസിപ്പിൾ ഉള്ള ആളായിട്ട് തീരുന്നു.
നമുക്കൊരു ഐഡിയോളജി ഉണ്ടാകുന്നു. നമുക്ക് സ്നേഹം, കാരുണ്യം, ക്ഷമ തുടങ്ങിയിരിക്കുന്ന പേഷ്യൻസ്, ലവ്, കെയർ, പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി തുടങ്ങിയിരിക്കുന്ന, റിലീഫ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് സ്വസ്ഥത തരുന്ന, ആശ്വാസം തരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. So this is the most important aspect of development of personality. In the process, values have an important role. And these values can be made out of the religious experience. നമുക്കത് ലഭിക്കാൻ ഏറ്റവും ഇടയുള്ളത് റിലീജിയനിൽ നിന്നാണ്. നമുക്ക് വാല്യൂസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുക നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അതിന്. ഖുർആൻ നമ്മളെ സഹായിക്കുന്നു. പക്ഷെ ഖുർആൻ സഹായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. ആ ഫെയ്ത്ത് വന്നാൽ ഒരാളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആന്തരിക ചൈതന്യം ആളുകളെ ആകർഷകമാക്കും. അയാൾ നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? വേഷം കൊണ്ടല്ല, ഇത് ഷൂ കൊണ്ടല്ല, ഇടാത്ത ഷൂ കൊണ്ടല്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അയാൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ. എന്തൊരു കാരുണ്യമാണ് അയാൾ കാണിക്കുന്നത്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ദയയാണ്. കണ്ടോ, ഒരാളിൻ്റെ വ്യക്തിത്വത്തെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും ആകർഷകത്വമാക്കുന്നതിന് വാല്യൂ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. വാല്യൂ എഡ്യൂക്കേഷൻ കൂടെ കിട്ടുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാവരാലും അപ്പീൽ ചെയ്യിക്കപ്പെടും, എല്ലാവരാലും ആകർഷിക്കപ്പെടുകയും നമ്മുടെ ഹോണർ, നമുക്കൊരു അംഗീകാരം കിട്ടുന്നു. ഈ തരത്തിൽ വ്യക്തിത്വത്തിൻ്റെ ഈ 3 ഘടകങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് നാം എത്ര ഭംഗിയാക്കി തീർക്കുന്നുവോ, എത്ര വളർത്തിയെടുക്കുന്നുവോ, ഇത് 3ഉം വളർത്തിയെടുക്കുന്നതാണ്. എനിക്ക് ആലോചനക്ക് തീരെ കഴിവില്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിപ്പോകും. എനിക്ക് വർത്താനം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പൊട്ടനായി പോകും. എനിക്ക് സദാചാരം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാരുണ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രൂരനായി തീരും, അല്ലെങ്കിൽ നിങ്ങൾ ദയയില്ലാത്തവനായി തീരും, നിങ്ങൾക്ക് മനുഷ്യരോട് സ്നേഹമില്ലാത്തവനായി തീരും, സഹോദരനെ സഹോദരനായിട്ട് കാണാൻ സാധിക്കാത്ത ആളായിട്ട് തീരും, സഹോദരിയെ സഹോദരിയായിട്ട് കാണാൻ പറ്റാത്ത ആളായി തീരും, അയൽക്കാരനെ അയൽക്കാരനോ അയൽക്കാരിയോ ആയിട്ട് കാണാൻ പറ്റാത്ത ആളായി തീരും. ആ വാല്യൂ എഡ്യൂക്കേഷൻ കൂടെ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ അതാണ് പ്രാർത്ഥന, വേദപഠനം, ഖുർആൻ ഓതുന്നത്, ഖുർആൻ മനസ്സിലാക്കുന്നത്, ഇതിനൊക്കെയും നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ഒരു സംസ്കരണം എന്ന് പറയുന്നത്, പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, എൻകൾച്ചറേഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് സാധ്യമാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിതാ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് മനസ്സിലാകണം. I may tell you that don't look out. Before looking out, you look in. നിങ്ങൾ നിങ്ങളെ നോക്കുക, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ തിരുത്തുവാൻ ആവശ്യമായ, പരിപോഷിപ്പിക്കുവാൻ ആവശ്യമായ ട്രെയിനിങ്, എൻകറേജ്. You look in and you try to get processed. You try to get purified. You try to get processed, molded പോസിറ്റീവ്ലി. അതിന് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വരുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആകർഷകത്വമുള്ള ഒരാളിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ ആകർഷകത്വം അയാൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അയാൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട് ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഓർ ഹെർ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്. നമ്മൾ മന്ദന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞ് ഇരുന്നാൽ അങ്ങനെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അർത്ഥം. ഈ ലോകത്ത് ആകർഷകത്വമുള്ള വ്യക്തിത്വമുള്ളവരായി തീരണം. അപ്പോഴാണ് എനിക്ക് എൻ്റെ കഴിവുകളെ വളർത്താൻ സാധിക്കുക, എൻ്റെ പോസിറ്റീവ് ട്രൈറ്റ്സിനെ വളർത്താൻ സാധിക്കുക. ഒരാളിൻ്റെ വ്യക്തിത്വം സമ്പൂർണ്ണമാകുന്നത് അയാളിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അയാൾ പോലും കാണാതെ ഇരിക്കുന്ന അയാളിൻ്റെ പോസിറ്റീവ് ട്രൈറ്റ്സ് വളർത്തിയെടുക്കുമ്പോഴാണ്. എനിക്ക് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള ഇമാജിനേഷൻ ഉണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. ഞാൻ ചിത്രം വരയ്ക്കണം, അതിനെനിക്ക് ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് കിട്ടുമ്പോഴാണ് ഞാൻ ചിത്രം വരച്ച് തുടങ്ങുക. ട്രെയിനിങ് ഇല്ലാതെ വരയ്ക്കാൻ കഴിയില്ല. ട്രെയിനിങ് നമുക്ക് കിട്ടേണ്ട സന്ദർഭത്തിൽ കിട്ടണം. ശരി, എനിക്ക് ചിത്രം വരക്കണം, ഞാൻ 82 വയസ്സായതിന് ശേഷം ഒരു ചിത്രകാരനാവാം. നോ, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഏർലിയർ സ്റ്റേജ്. അപ്പം ഞാൻ അതിനുള്ള പരിശീലനം നേടണം. ആ പരിശീലനത്തിലൂടെ ആയിരിക്കും ചിത്രകാരനായി തീരുക. ആ പരിശീലനത്തിലൂടെ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്ന ഒരാളായി തീരുക. ആ പരിശീലനത്തിലൂടെ ആയിരിക്കും ഞാനൊരു പ്രാസംഗികനായി തീരുക. ആ പരിശീലനത്തിലൂടെ ആയിരിക്കും ഞാൻ നല്ല സംഭാഷണ തൽപരനോ സംഭാഷണ ചാതുര്യമുള്ള ആളോ ആയി തീരുക. I can be a good conversationalist if I am receiving proper training. Where do you get training? It is at your hand. നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടത്. അത് വേറൊരാളടുത്ത് പോയിട്ട് നോക്കല്ല. നിങ്ങൾ അതിനൊരു മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്കതിനൊരു താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ്.
If you are genuinely interested, if you have a motive, and if you are motivated, you will find a way to get out. പുറത്തു വരാനുള്ളൊരു വഴി നിങ്ങൾ കാണും. അപ്പം നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യൂ, ആ വഴികൾ എക്സ്പ്ലോർ ചെയ്യൂ. പഠിക്കണം, വായിക്കണം, റീഡ്. നല്ല പ്രാസംഗികന്മാരുടെ അനുഭവങ്ങൾ വായിക്കണം, നല്ല പ്രസംഗം കേൾക്കണം. സോ ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. ഞാൻ പ്രസംഗിച്ചു തുടങ്ങും. ഐ വിൽ ട്രെയിൻ മൈസെൽഫ്. ഞാൻ സ്വയം പരിശീലിച്ചു തുടങ്ങും. അപ്പൊ ട്രെയിനിങ് എടുക്കും. ഞാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ടീച്ചർ വന്നിട്ട് എന്നെ പറയുന്നു, ഗസ്റ്റ് വരുന്നുണ്ട്, യു ആർ ദ പേഴ്സൺ ടു എക്സ്പ്രസ് ദ വോട്ട് ഓഫ് താങ്ക്സ്. എനിക്ക് കഴിയില്ല. അതാ ട്രെയിനിങ് കിട്ടും. എനിക്ക് മുട്ടുംകാലം വറക്കുന്നു. ഐ വിൽ ട്രൈ മൈ ടീച്ചർ. എൻ്റെ ടീച്ചറെ ഞാൻ ശ്രമിക്കാം എന്ന് പറയണം. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കണം. ട്രെയിനിങ് വേണമെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ വേണം. ആവശ്യമായ പ്രിപ്പറേഷൻ നടത്തണം. ആരാണ് ഗസ്റ്റ് വരുന്നത്? സോ വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോ വൈസ് ചാൻസലറോ ആരാണ്, അദ്ദേഹത്തിൻ്റെ പേര്, ഇതൊക്കെ എനിക്ക് പ്രിപ്പറേഷൻ നടത്തണം. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹം ഇന്നിവിടെ നടത്തിയിരിക്കുന്ന പരിപാടി എന്താണ്, ആ പ്രസംഗത്തിൻ്റെ കാതൽ, ഇതൊക്കെ വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ വന്നിട്ട് ഇവിടെ. പ്രിയമുള്ളവരെ, എൻ്റെ കർമ്മം ഇവിടുത്തെ മുഖ്യാതിഥിക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു എക്സ്പ്രസ് vote of thanks for our honorable guest. Our honorable guest, Professor XYZ or so and so. പറയാ അങ്ങനെയുള്ളത് കണ്ടോ, was our chief guest. അതാ അയാൾ അങ്ങനെ ചെയ്തിരിക്കുന്നു. He has been inaugurated. I express on behalf of myself and the organization sincere gratitude. ഇത് പറഞ്ഞുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു വേണ്ട വിധത്തിൽ. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ പരിചയം കൊണ്ട്, പരിശീലനം കൊണ്ട് അത് നമുക്ക് ഇല്ലാതാക്കും. ബൈ ട്രെയിനിങ് യു കൻ ഓവർകം യുവർ ലിമിറ്റേഷൻസ്. യു കൻ അച്ചീവ് യുവർ ടാർഗറ്റ്. നല്ലൊരു പ്രസംഗമുള്ള ആളായിത്തീരണം. ദ ടാർഗറ്റ് ഈസ് എ ഗുഡ് സ്പീക്കർ. യു കൻ റീച്ച് അറ്റ് യുവർ ഗോൾ ഇഫ് യു ആർ പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് ദ ട്രെയിനിങ് ഈസ് ടു ബി ഡൺ ഫ്രം യുവർ സൈഡ്. ഒരാൾ ട്രെയിനിങ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് പായസം നന്നായിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരൂല. ഞാൻ ട്രെയിൻ ചെയ്യണം, അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കണം. അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടെ എൻ്റെ പോസിറ്റീവ് ട്രൈറ്റ്സ് ഞാൻ ഡെവലപ്പ് ചെയ്യും. മീൻ വൈൽ ആസ് എ ബൈ പ്രോഡക്റ്റ് യു വിൽ ഓവർകം യുവർ നെഗറ്റീവ് ട്രൈറ്റ്സ്. യു വിൽ കറക്റ്റ് യുവർ നെഗറ്റീവ് ട്രൈറ്റ്സ്. യു വിൽ ഇറാഡിക്കേറ്റ് യുവർ നെഗറ്റീവ് ട്രൈറ്റ്സ്. കണ്ടോ, പോസിറ്റീവ് ട്രൈറ്റ്സ് എനിക്ക് കൂടി വരുന്തോറും എൻ്റെ നെഗറ്റീവ് ട്രൈറ്റ്, പ്രതികൂലമായ ഘടകങ്ങൾ, ആകർഷകമല്ലാത്ത ഘടകങ്ങൾ, ഇഷ്ടപ്പെടാത്ത ഘടകങ്ങൾ ഞാൻ ഇല്ലാതാക്കി എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരും. അതൊരു തരം ഭയങ്കര പ്രോസസ്സാണ് അതിൻ്റെ അകത്തുള്ളത്. ഞാനൊരു പ്രാസംഗികനാകുന്നു, എനിക്ക് ആളുകളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ സാധിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നു, എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നു. അതാ എനിക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം ഇല്ലാതാകുന്നു. പോസിറ്റീവാണ്. ഇനി പ്രസംഗിക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ വേറെ ചിലതിന് സഹായിക്കുന്നു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ദ പ്രോസസ് ഇഫ് യു ഗെറ്റ് പ്രോപ്പർ ട്രെയിനിങ് യു ക്യാൻ ഡെവലപ്പ് യുവർ പോസിറ്റീവ് ട്രൈറ്റ്സ്. ദാറ്റ് ഈസ് ടാലൻസ്. നമ്മൾ പറയുന്ന ടാലൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതേസമയത്ത് തന്നെ നമ്മുടെ വീക്ക്നെസ്സസ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. വീക്ക് ട്രൈറ്റ്സ് നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. ഒരു വ്യക്തി അയാളിലെ അന്തർലീനമായിട്ട് നിൽക്കുന്ന അന്തർലീനമായിട്ട് നിൽക്കുന്ന ഉള്ളിലിരിക്കുന്ന ഘടകങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ, ഇഫ് എ പേഴ്സൺ പ്രോപ്പർലി get the training for developing the internal traits, he will be attractive, he will be appealing, he will be influential. വളരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാകും. And at the same time the person will be able to eradicate the negative traits. കണക്ക് ഞാൻ നന്നായിട്ട് പഠിക്കുന്നു, കണക്കിന് ഞാൻ അച്ചീവ് ചെയ്യുന്നു. സ്വാഭാവികമായും കണക്കിലുള്ള എൻ്റെ അച്ചീവ്മെൻറ്റ് എൻ്റെ മറ്റു വിഷയങ്ങളിലും എനിക്ക് സഹായം ചെയ്തു തരും. ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിന് മോശമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കണക്കിലുള്ള എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഇംഗ്ലീഷിനെയും ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കും. അങ്ങനെയാണ് ഒരു ട്രൈറ്റെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മറ്റു ചില ട്രൈറ്റുകൾ നമുക്ക് ദുർബലമായിട്ട് നിൽക്കുന്ന ട്രൈറ്റ്സ്, വീക്കായിട്ട് നിൽക്കുന്ന ചില ഘടകങ്ങളെ നമുക്ക് മെല്ലെ മെല്ലെയാണെങ്കിലും തലോടി വളർത്താനും സാധിക്കും, ഇല്ലാതാക്കാനും സാധിക്കും. ആ പ്രോസസ്സിലാണ് നമ്മളെ
ഒരു വളരെ എഫക്റ്റീവായിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് തീരുന്നത്, ആകർഷകത്വമുള്ള വ്യക്തിത്വമായിട്ട് തീരുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആകർഷകത്വമുള്ള വ്യക്തിത്വം കൂടിയായി തീരുമ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആന്തരികമായ ചൈതന്യം കൂടെ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എന്താണ് ആന്തരികമായ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഇന്റേണലായിരിക്കുന്ന ഒരു പ്രകാശമാണ്, ലൈറ്റാണ് അതുള്ളത്. നല്ല മനുഷ്യനാണ് കേട്ടോ. അത് ഇന്റേണലായിരിക്കുന്ന ഘടകങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിത്തീരും. കുടുംബത്തിൽ, കൂട്ടുകാരുടെ ഇടയിൽ, ഒരു സംഘത്തിൽ, ഇൻ an organization, in family, among the friends, among the community, among the nation, among the other people, you will be most influential and you will be called as leader. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നു, എല്ലാവർക്കും ഇഷ്ടം, ഏട്ടനല്ല അനിയനാണ്, എന്നിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു, അവനാണ് വീട്ടിന്റെ നേതാവ്. കണ്ടോ, he is leader of my family. A leader of family, leader of community, leader of class, leader of nation. കുറച്ചും കൂടെ അകലങ്ങളിലാണ് അത് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ ചെറിയ വൃത്തങ്ങളിൽ നിന്ന് തുടങ്ങണം. സ്റ്റാർട്ട് ഫ്രം യുവർ ഫാമിലി, സ്റ്റാർട്ട് ഫ്രം യുവർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, സ്റ്റാർട്ട് ഫ്രം യുവർ ക്ലാസ് റൂം. I want to be the leader, or I want to develop my leadership qualities. And these leadership qualities can be developed out of that process, training that you give in the process of thinking, and in the development of communication skill, and the achievement of the value education. ഏറ്റവും ചുരുങ്ങിയത് ഈ 3 ഘടകങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആകർഷകത്വമുള്ള വ്യക്തിത്വം ഉടമയായി തീരാൻ സാധിക്കും. ട്രൈ ഫോർ ദാറ്റ്. ഒരു ശ്രമങ്ങൾ നടത്തി നോക്ക്. ആഗ്രഹം ഉണ്ടെങ്കിൽ വഴിയും ഉണ്ടായിരിക്കും, അല്ലേ? ആഗ്രഹമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഡിസയർ വേണം. ഡിസയർ, ഞാൻ ചിത്രകാരനായി തീരണം, എനിക്കൊരു പാട്ടുകാരനായി തീരണം, എനിക്ക് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് തീരണം, എനിക്കൊരു എഞ്ചിനീയർ ആയിട്ട് തീരണം, ആർക്കിടെക്റ്റ് ആയിട്ട് തീരണം. ഡിസയറാണ് തുടക്കം. ആ ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. സോ ട്രെയിൻ യുവർ സെൽഫ്, സ്റ്റാർട്ട് ഫ്രം ദ ഡിസയർ, ഗെറ്റ് മോട്ടിവേറ്റഡ്, ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഇതിന് ആവശ്യമാണെന്ന് വെച്ചാൽ എൻ്റെ പ്രസംഗം ഒന്ന് ശരിയാക്കി തരണം സർ, എനിക്ക് ഈ വിഷയങ്ങളിൽ നല്ല പ്രസംഗിക്കാനാകുന്നു. ഗെറ്റ് ദ ട്രെയിനിങ് ഫ്രം, ഗെറ്റ് ദ സപ്പോർട്ട് ഫ്രം സം അതേഴ്സ് ഇഫ് യു വാണ്ട്. ട്രെയിൻ യുവർ സെൽഫ്, റീച്ച് അറ്റ് ദ ഗോൾ. അപ്പോഴും നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഏത് പ്രൊഫഷനിൽ പോയാലും നമ്മുടെ വ്യക്തിത്വം ആകർഷകത്തുള്ളതായി തീരും. മേ ബി എൻ എഞ്ചിനീയർ, മേ ബി എ ടീച്ചർ. You will be the most influential teacher in the school if you have such, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് സാധിക്കുകയാണെങ്കിൽ. You will be a very good engineer. ആ സ്കില്ല് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുക. വഴിയുണ്ട്, മാർഗമുണ്ട്. ആ മാർഗം നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഐ സ്റ്റോപ്പ് ഹിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഐ വിൽ ബി ഹിയർ ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഞാൻ പറഞ്ഞതിനോടോ നിങ്ങൾക്ക് വേറെന്തെങ്കിലും കാര്യത്തിലോ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പ്ലീസ്. വെരി ഗുഡ്. ഞാൻ എവിടെയോ എഴുതുകയും പറയാതെ പോവുകയും ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് എൻ്റെ കൊച്ചു സഹോദരൻ ചോദിച്ചിരിക്കുന്നു. സെൻഡർ, മെസ്സേജ്, റിസീവർ. എന്താ പേര്? റിസീവർ റിസീവ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്ന ആള് പിന്നീട് എൻ്റെ പേര് ഫസൽ എന്നാണെന്ന് കേട്ടോ. ദാറ്റ് ഈസ് ഫീഡ്ബാക്ക്. റെസ്പോൺസ് ഈസ് ഫീഡ്ബാക്ക്. ആൻസർ ഓർ the response towards the message is feedback. ഇപ്പൊ എന്നോട് പറയുന്നു ഫൈബർ ഓപ്റ്റിക്സിനെ കുറിച്ച് എനിക്കൊരു ക്ലാസ് എടുത്തു തരുന്നു. ഞാൻ അത് റിസീവ് ചെയ്യുന്നു, ഞാൻ അത് നോട്ട്സിൽ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ദാറ്റ് ഈസ് ഫീഡ്ബാക്ക്. ഉത്തരം പറയൽ മാത്രമല്ല, ഗ്രഹിക്കുന്നതും ഫീഡ്ബാക്കാണ്. ഞാൻ അന്ന എസ്രു ഏനു എന്ന് ചോദിച്ചു, കിട്ടിയില്ല, ഫീഡ്ബാക്ക് ലഭിച്ചില്ല. ഇങ്ങനെ മരം പോലെ ഇരുന്നു ആൾ കേട്ടപ്പോൾ, ബിക്കോസ് ഡീകോഡിങ് നടന്നില്ല.
Feedback is the response towards the message. Response can be expressed verbally, or response can be grasped, or response can be നമ്മൾ തലയിൽ സൂക്ഷിക്കുന്നതുമാകാം റെസ്പോൺസ് എന്ന് പറയുന്നത്. നല്ലൊരു ക്ലാസ് കേട്ടാൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായാൽ ദാറ്റ് ഈസ് അവർ ഫീഡ്ബാക്ക്. ഇനി ഫീഡ്ബാക്ക് അതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടു എന്ന് വിചാരിക്കാം, ദാറ്റ് ഈസ് മൈ ഫീഡ്ബാക്ക്. കൺഗ്രാറ്റുലേഷൻസ്, വാ, ദാറ്റ് ഈസ് മൈ ഫീഡ്ബാക്ക്. കണ്ടോ, ഫീഡ്ബാക്ക് പലതരത്തിൽ വരാവുന്നതാണ് അർത്ഥം. ഓക്കെ, any more? Hidden character is something we like more a hidden character rather than an open character. Like open character തന്നെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ബോയ്സ് ആണെങ്കിൽ ഞങ്ങൾ സില്ലി ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവില്ല. ഹിഡൻ ക്യാരക്ടർ ആകുമ്പോൾ ഒരു എനിഗ്മാറ്റിക് ക്യാരക്ടർ യു ലൈക്ക് ഹിം മോർ. സോ വാട്ട് ഈസ് ചില കാര്യങ്ങൾ നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കേണ്ട സന്ദർഭത്തിൽ നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. വി ക്യാൻ ഹൈഡ് ഇഫ് ഇറ്റ് ഈസ് നീഡഡ്. ഞാൻ പറയുകയാണ്, എന്നെ മനസ്സിലായോ, ഞാനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, എനിക്ക് ഇന്ന തരത്തിലുള്ള അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് പറയുമ്പോഴോ ഞാൻ സത്യമാണ് പറയുന്നതെങ്കിലും ഭയങ്കര ബൂസ്റ്റിംഗ് ആണ് കേട്ടോ. സോ യു ഹാവ് ടു ഹൈഡ് സെവറൽ തിങ്സ് ഇൻ പെർട്ടിക്കുലർ മൊമെൻറ്റ്. ഞാൻ എൻ്റെ എൻ്റെ ഉപ്പാൻ്റെ പരിചയമുള്ള ഒരാളെ കണ്ടു. ഐ ആം ഹാഫിസ് മുഹമ്മദ്. ഞാൻ ബസ് ഞാനത് അതിനോടൊപ്പം തന്നെ പറയുന്നത്, ഞാൻ ഇന്നാളുടെ മകനാണ് കേട്ടോ. നോ നീഡ് ടു ഹൈഡ്. ഞാൻ അയാൾ ഉപ്പാൻ്റെ ഫ്രണ്ടാണ്. അയാൾക്കറിയില്ല ഞാൻ ആ പറഞ്ഞ ഉപ്പാൻ്റെ മോനാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു ഐ എം സൺ ഓഫ് സോ ആൻഡ് സോ. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, മറിച്ചൊരു ഇൻറ്റിമേസി ഡെവലപ്പ് ചെയ്യുന്നു. ഓപ്പൺ, എല്ലാം ഓപ്പൺ ചെയ്താൽ ആളുകളുടെ മുന്നിൽ തമാശക്കാരനോ ക്ലൗണോ കോമാളിയോ ആകുമൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇഫ് യു ഡിസേർവ്, അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബൂസ് എല്ലായിടത്തും പോയിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരാണ് നമ്മൾ ജോക്കറായിട്ട് തീരുന്നത്. നമ്മളൊരാളിനെ കണ്ട ഉടനെ തന്നെ പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയണ്ടേ, ഞാൻ ഇയാളപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയണ്ടേ, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊള്ളുന്നില്ല. പക്ഷെ നമ്മളൊരു ഇൻറ്റിമസിയിൽ മെല്ലെ 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 അടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ആകാൻ തുടങ്ങും. അതൊരു നാച്ചുറൽ പ്രോസസ്സിലാണ് ഓപ്പൺനെസ് പുറത്തേക്ക് വരേണ്ടത് എന്ന് അർത്ഥം. ഇഫ് ഇറ്റ് ഈസ് എ ജെന്യുയിൻ പ്രോസസ്, ഇഫ് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്, യുവർ ഓപ്പൺനെസ് വിൽ ബി റിസീവ്ഡ് പോസിറ്റീവ്ലി. ഇഫ് ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു എക്സ്പ്രസ്. അതുകൊണ്ടാണ് ചില മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ബലം പിടിച്ച് വന്നിട്ട് സർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇയാൾ കൃത്രിമത്താണല്ലോ കാണിക്കുന്നത് എന്നുള്ളത്, ആർട്ടിഫിഷ്യൽ ആണല്ലോ എന്നുള്ളത്. It should be in a natural way to be expressed. That will be admired. That will be influenced. But the best thing is, if you want an intimate relationship, if you want to build an intimate relationship, better you can open your heart. And if it is properly received, proceed it. ഞാൻ എൻ്റെ വിഷമങ്ങൾ ഇയാളോട് പറയാൻ തുടങ്ങുന്നു, ഇയാൾ എന്ന് പറയുന്നതായിരിക്കും. ഇറ്റ് ഈസ് എ മെസ്സേജ് ദാറ്റ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു. ഇറ്റ് ഈസ് എ മെസ്സേജ് ദാറ്റ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു. ബെറ്റർ ഐ ക്യാൻ കീപ് മം. ബട്ട് ഇഫ് ഹി ഷോസ് ഇൻട്രസ്റ്റ്, ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു, അത് നമ്മളടുത്ത് അടുത്തേക്ക് കൊണ്ടുവരുന്നു. So this is very important in interpersonal relationship, in husband-wife relationship, in parent-child relationship, in teacher-student relationship. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഏറ്റവും, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാണ്? നമ്മളോട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ടീച്ചറായിരിക്കും. ബലം പിടിച്ചിങ്ങനെ നിൽക്കുന്ന ടീച്ചർ എത്ര വിവരം ഉണ്ടെങ്കിലും നമ്മൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഇൻറ്റിമേറ്റ്, അതാ ഓപ്പൺനെസ് ഉണ്ടാവുന്നതുകൊണ്ട്. So that is very important in interpersonal relationship. In a group communication, a person to group communication, no need to open everything. As a speaker, as a teacher, as a teacher in the class, or as a speaker, no need to express everything. Look, this is my heart. എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം.
അത് ഗ്രാജുവലായിട്ട് വരുമ്പോൾ ഒരു ടീച്ചറെ നിങ്ങൾക്ക് കാണുന്ന സന്ദർഭത്തിൽ തന്നെ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. കാണുന്നു, അടുക്കുന്നു, അതാണ് തീവ്രമായ അടുപ്പം. നിങ്ങളുടെ സുഹൃത്തുക്കളെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നിങ്ങളോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളായിരിക്കും. തീരെ മിണ്ടാണ്ട് നടക്കുന്ന ഒരാൾ നിങ്ങളെ സുഹൃത്താവില്ല. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഓപ്പൺനെസ് കാണിക്കും. ഓപ്പൺനെസ് കാണിക്കുമ്പോൾ ഞാൻ എന്നെ പകുത്തു കൊടുക്കുന്നു. ഐ ഷെയർ മൈ സെൽഫ്. So the best thing in interpersonal relationship, in a natural way, give the positive traits. Try to open. എന്താണ് എനിക്ക് മനസ്സിലായില്ല ചോദിച്ചത്. ബയോഡാറ്റ എന്ന് വേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. So that means the person hasn't properly trained. He is intelligent, വളരെ ഹാൻസം ആണ്, നല്ല കണ്ടാൽ തന്നെ ഒരു ഗമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി വായ തുറന്നാൽ ബാക്കിയുള്ളവർ മൂക്കുത്തുമെങ്കിൽ എന്ത് സംഭവിക്കും? സോ യു ഹാവ് ടു ഗെറ്റ് പ്രോപ്പർ ട്രെയിനിങ്. ഒരാഴ്ച മതി ഒരാളെ സാമാന്യം നല്ല പ്രാസംഗികനാക്കാൻ. എൻ്റെ കൂടെ ഒരാഴ്ച കൂടിക്കോ, ഞാൻ നിങ്ങളൊരു പ്രാസംഗികനാക്കി തരാം. നോ ഡൗട്ട്. ഇന്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടണം. അത് നമ്മളതിൻ്റെ പ്രോപ്പറായ ഹാൻഡ്സ് ഒന്നും കിട്ടണം. എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ വേണ്ടത്? ഇന്റർവ്യൂവിൽ ഒരു ബേസിക് ലെസൺ. സോ ഇന്റർവ്യൂ ബോഡി ഇസ് ദേർ. സോ വിത്ത് ഫയൽ ഐ ആം എൻറ്ററിങ്. ഞാൻ വീണുപോയി. എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഇന്റർവ്യൂ ബോർഡിന്റെ മുതലേ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ട് പറയുന്നു, ഗുഡ് മോർണിംഗ് സർ, ബട്ട് ഐ ആം ഷുവർ ദാറ്റ് ഐ ഹാവ് ഫാളൻ ഇൻ ടു എ വെരി ഗുഡ് കമ്പനി. വീണത് വിദ്യയാക്കിയോ? ഐ ആം ഷുവർ ദാറ്റ് ഐ ഹാവ് ഫാളൻ ഇൻ ടു എ ഗുഡ് കമ്പനി. നിങ്ങൾ ഈ കമ്പനി നല്ലൊരു കമ്പനിയിലേക്കാണ് ഞാൻ വീണതെന്ന് ഞാൻ പറയുന്നു. ഗുഡ് മോർണിംഗ്. ചിരിച്ച ആള് അന്നേരം ആയെടുക്കില്ല, ഇവൻ ആള് കൊള്ളാലോ, വീണത് വിദ്യയാക്കിയല്ലോ. ടേക്ക് യുവർ സീറ്റ്. യെസ്, താങ്ക് യു സർ. വിത്ത് കോൺഫിഡൻസ്. മറിച്ച് ഇങ്ങനെയാണെങ്കിലോ, വന്നു വീണു, വീണെടുത്തുന്നെല്ലാം കൂടെ അതൊക്കെ വീണിട്ടില്ല എന്ന് വിചാരിക്കുക. അവിടുന്ന് പറഞ്ഞു ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. ഓ ഞങ്ങളെ കമ്പനി ചേർത്തുവോ? ചേർത്തോ? അത് കോൺഫിഡൻസിന്റെ പ്രകടനമല്ല. എന്താണെന്നറിയോ ഇതിന്റെ മെസ്സേജ്? ദുഷ്ട എന്തും ചോദിച്ചോ, ഞാൻ റെഡിയാണെന്നാണ്. വിത്ത് എ പ്ലസന്റ് ഫേസ്. ഇങ്ങനെയല്ല, വിത്ത് എ പ്ലസന്റ് ഫേസ്. ഇനി അത് ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയണം എന്നുള്ളത് അതും പ്രധാനപ്പെട്ടതാണ്. അതിന് സ്കില്ല് വേണം, ട്രെയിനിങ് ഉണ്ടെങ്കിൽ മതി. നിങ്ങൾക്കറിയാം, ചോദിക്കുന്നു, can you explain the history behind the Taj Mahal? Taj Mahal. അന്നേരം അയക്കുന്ന മറ്റാരോ കട്ടിക്കുന്ന ദേഷ്യത്തോട് മാതിരിയാണ് കട്ടിക്കുന്നത്. താജ്മഹൽ വേടാ. താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ്. കണ്ട് നിങ്ങൾക്ക് അറിയാം, പൊന്നുമോനെ അറിയാം. അറിയുന്നത് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. യെസ് സർ, താജ്മഹൽ ഈസ് ബിൽഡ് ബൈ ദ എംപറർ ഷാജഹാൻ. ഐ മേ എക്സ്പ്ലെയിൻ ദ സ്റ്റോറി ബിഹൈൻഡ് ദ. അത് കണ്ടോ, എന്താണ് അതിൻ്റെ വരുന്നത്? നാടകീയമായിട്ട് പറഞ്ഞ് അതിന് എത്രമാത്രം അപ്പീലിങ്ങിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ വൈവക്കൊക്കെ പോകും, അസൈൻമെന്റ് ഒക്കെ പറഞ്ഞാൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും നിങ്ങളുടെ ടീച്ചേഴ്സ്. എക്സ്പ്രസ് ഇറ്റ് ബോൾഡ്ലി. ഐ കോണ്ടാക്റ്റും വേണം. ഒരു ഗ്രൂപ്പിലാണ് നോക്കുന്നതെങ്കിൽ ഇത് ഇന്റർവ്യൂ ബോർഡ്, 3, 2, 5 ആള്. ചോദ്യം ചോദിച്ചത് ഇയാള്, താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ മാത്രം നോക്കിയാൽ ഇവർക്കൊന്നും ഇഷ്ടമല്ലാതാവും. സോ ലുക്ക് അറ്റ് ദ ഇന്റർവ്യൂ ബോർഡ്. താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തിയാണ്.
ഷാജഹാൻ ചക്രവർത്തി ഈ താജ്മഹൽ ഉണ്ടാക്കിയതിന് മുന്നിലുള്ള ഒരു പ്രത്യേക ചരിത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഷാജഹാൻ ദർഹപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് യുദ്ധത്തിന് പോയപ്പോഴാണ്, യുദ്ധ സന്ദർഭത്തിലാണ് കൂടെ അനുഗമിച്ചിരുന്ന മുംതസ് മഹൽ ആകസ്മികമായി മരിക്കുന്നത്. യുദ്ധത്തിന് പോയപ്പോഴാണ് ഷാജഹാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ പറയും. ഒരു പോസിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത്, ഒരു പോസിംഗ് ഉണ്ട്. ആ യുദ്ധ സന്ദർഭത്തിലാണ് മുംതസ് മഹൽ ആകസ്മികമായി മരിക്കുന്നത്. കണ്ടോ, അത് എക്സ്പ്രസീവ് ആകുന്നത് എങ്ങനെയെന്നുള്ളതിനുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു വാട്ട് ഈസ് ഓസ്മോസിസ്, ഓസ്മോസിസ് ഇസ് കണ്ടോ നോക്കുക. എന്നിട്ട് എല്ലാവരും കൂടെ നോക്കി അങ്ങോട്ട് പറയുക. ക്ലാസ്സിലും ചോദ്യം ചെയ്യുമ്പോൾ, ടീച്ചർ ചോദ്യം ചെയ്യുമ്പോൾ ടീച്ചറെ മാത്രം നോക്കരുത്. നിങ്ങൾ ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളെയും കൂടെ നോക്കിയിട്ട് പറയണം. ടീച്ചറെ നോക്കാം അതേ സമയത്ത് തന്നെ. അതെല്ലാവരും ഇങ്ങനെ നോക്കി പിന്നിൽ ഇരിക്കുന്നവരൊക്കെ ഓസ്മോസിസ് അങ്ങനെയല്ല പറയുന്നത്. ഓസ്മോസിസ് ടീച്ചറെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആസ് ടീച്ചർ ഈസ് ലീഡിങ് ദ ക്ലാസ്. So that is training. Get the training. Then easy to handle everything. Yes. Okay. I am stopping here. If you have any clarifications, if you need any clarifications, ഇതിനോടനുബന്ധിച്ചോ നിങ്ങൾ എന്തെങ്കിലും ഈ വിഷയത്തോടോ മറ്റു വിഷയങ്ങളോടോ നിങ്ങളുടെ പേഴ്സണാലിറ്റിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടോ, ഞാനൊരു ചമ്മല് ചമ്മിയതാ എന്ന് പറഞ്ഞിട്ട് ഞാനത് നാടകമാക്കി മാറ്റി. Or some of you remember Suraksha Hospital, Calicut, good. Calicut 2 673002, phone number 0495 35 60 plus dash equal to 100 40, good. 100, remember 100 പോലീസിന്റെ നമ്പറാണ് കേരളത്തിൽ. You can contact. So thank you very much.